നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര നാരായണ നാരായണ നാരായണ. എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. വീണ്ടും ഒരു വർഷത്തിന് ശേഷം ഇവിടെ വരാൻ സാധിച്ചത് ഭഗവാന്റെ ഒരു നിശ്ചയവും അനുഗ്രഹമായിട്ട് കാണുന്നു. അത്രയും പുണ്യമായിട്ടുള്ളൊരു സ്ഥലം. അവിടെ ഇത്തവണ കഴിഞ്ഞ വർഷം നമ്മളിവിടെ നല്ല മഴയുടെയൊക്കെ അകമ്പടിയിൽ ഭയങ്കര ശബ്ദബഹളങ്ങളുടെ ഇടയിലാണ് ഈ സ്റ്റേജിലെ ആദ്യത്തെ പ്രഭാഷണം. ഈ സ്റ്റേജ് ഉണ്ടാക്കി അന്ന് വെൽഡിങ് അവസാനിപ്പിച്ചിട്ടാണ് കയറിയിരുന്നത്. ഇവിടെ ചെയ്ത പ്രഭാഷണം അത്രയും ഇടിമിന്നലിൻ്റെയും മഴയുടെയൊക്കെ അകമ്പടിയോട് കൂടിയിട്ട് ഉണ്ടായതായിരുന്നു. അത് കുറൂരമ്മയുടെ ഭക്തി എന്ന പേരിൽ നമ്മൾ ചെയ്ത പ്രഭാഷണം അന്നിവിടെ കേട്ട ഒരു ചുരുങ്ങിയ ഓഡിയൻസിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കടന്ന് ഒരു വർഷം കഴിയുമ്പോൾ അത് അനവധി പേര് കേട്ട് ഒരുപാട് ഫീഡ്ബാക്കുകൾ കിട്ടി വന്നിട്ടുള്ളൊരു പ്രഭാഷണമാണ്. കഴിഞ്ഞ വർഷം കുറൂരമ്മയെ മാത്രം കേന്ദ്രീകരിച്ചാണ് പറഞ്ഞിരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ തന്നെയും പലരെയും ആധുനിക കാലത്തും കുറൂരമ്മയായിട്ടും രാധയായിട്ടും ഒക്കെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിലുള്ള കുറൂരമ്മയുടെ പദ്ധതി എന്താണെന്നോ കുറൂരമ്മയുടെ സിസ്റ്റം എന്തായിരുന്നു എന്നോ മനസ്സിലാക്കാതെയുള്ള പുകഴ്ത്തിപ്പറച്ചിലുകൾ മാത്രമാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ ചുരുങ്ങിയ ചർച്ചകളെ നടക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇവിടേക്ക് എന്തായാലും വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഴിയുന്നതും ഒരു സ്ഥലത്ത് പറയണ വിഷയം വേറെ സ്ഥലത്ത് പറയാത്തതുകൊണ്ടും ഇവിടെ അത്രയും വിശേഷമായിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ടും കുറൂരമ്മ എന്തു തരം ഭക്തിയാണോ പ്രാക്ടീസ് ചെയ്തിരുന്നത് അതിനെക്കുറിച്ചിട്ട് ഏതാനും വാക്കുകൾ അറിയുന്ന പോലെ പറയാം എന്ന് വിചാരിച്ചു. ഗുരുവായൂരപ്പൻ അതിന് പച്ചക്കൊടി കാണിച്ചു. അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് വിഷയം ഏകാന്ത ഭക്തി എന്നാണ്. ഏകാന്ത ഭക്തി നമുക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയായി തീരുക എന്ന് പറയാം. അതാണ് ഒരാൾ അയാളുടെ വീട്ടിൽ എപ്പോഴും ഒരു കസേര ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. വളരെ അസാധാരണമായിട്ടുള്ള ഒന്നും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. വളരെ സാധാരണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരാൾ. ആശ്രമങ്ങളില്ല, ആത്മീയമായിട്ടുള്ള പ്രശസ്തിയില്ല, വലിയ ദർശനങ്ങളൊന്നുമില്ല, ഒരു ചെറിയ വീട്, ഒരു ചെറിയ ജോലി, കുറച്ച് ബന്ധങ്ങൾ, എല്ലാവരെയും പോലെ വളരെ വളരെ സാധാരണമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരാൾ. പക്ഷെ അയാളുടെ വീടിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അയാളെ കാണാനൊന്നും ആരും വരാറില്ല. അയാൾ ആരുടെ വീട്ടിലേക്കും പോകാറുമില്ല. അയാളുടെ സ്വീകരണ മുറിയിൽ കയറിക്കഴിഞ്ഞാൽ 2 കസേരയുണ്ട്. എപ്പോഴും 2 കസേരയുണ്ടാവും അയാളുടെ സ്വീകരണ മുറിയിൽ. ഒന്നിൽ അയാളിരിക്കും, രണ്ടാമത്തത് എപ്പോഴും ഒഴിച്ചിട്ടുണ്ടാവും. വീട്ടിൽ ആരെങ്കിലും അപൂർവമായിട്ട് എപ്പോഴെങ്കിലും വരുമ്പോൾ ബന്ധുക്കളോ വല്ലവരൊക്കെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ പാൽക്കാരൻ വരും. അപ്പോൾ ആ അകത്ത് ഇങ്ങനെ 2 കസേര കാണുമ്പോൾ ചോദിക്കും, സാറേ എന്തിനാ കസേര ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കണത്? അതിൽ ആരിയ്ക്കാനാണ്? ഇവിടെ ആരും വരാറില്ലല്ലോ എന്ന് പറയും. അയാൾ ചിരിക്കും, ഒരു ചെറിയ ചിരി. എന്നിട്ട് സ്വാഭാവികമായിട്ട് പറയും, അത് ഒഴിഞ്ഞിരിക്കുകയല്ല എന്ന് പറയും. പിന്നെ ആരാ അവിടെ ഇരിക്കണമെന്ന് ചോദിക്കും. അയാൾ തർക്കിക്കാൻ നിൽക്കാറില്ല. അയാൾ ഇത്ര മാത്രം പറയും, എനിക്കറിയില്ല. വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ മരിച്ചു. ആ വീട് നിശബ്ദമായി. ആ കസേര ഇപ്പോഴും അവിടെയുണ്ട്, ഒഴിഞ്ഞു തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ അയാളെ അറിയാവുന്ന ആൾക്കാർക്ക് ആ കസേര ഒരിക്കലും ഒഴിഞ്ഞതായിട്ട് തോന്നിയില്ല. അങ്ങനെയുള്ളൊരു കസേര ഈ ഭൂമിയിൽ കിടക്കുന്നുണ്ട്. കുറൂരില്ലെന്ന ഈ മണ്ണിലും ആ കസേര കിടക്കുന്നു. ഇത് ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എഴുതി വെച്ചത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് ഇന്ന് രാവിലെയാണ് അങ്ങനെ ഒരു കഥ ഞാൻ പണ്ട് എഴുതി വെച്ചത് ഓർമ്മ. അപ്പോൾ ആ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പലതും ഞാൻ സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഫയൽ കറക്റ്റ് കിട്ടി. സന്തോഷമാണത്. ഇത്ര കൊല്ലത്തിന് ശേഷം. എപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ 96-ലോ 94-ലോ 95-ലൊക്കെ എഴുതിയ കഥയാണ് കോളേജിൽ പഠിക്കുന്ന കാലത്ത്. ഈയിടെയായിട്ട് ഞാൻ ഈ പഠിക്കുന്ന കാലത്ത് എഴുതിയ പലതും ഭഗവാൻ കുത്തി പുറത്തു കൊണ്ടിരുന്നുണ്ട്.
പിന്നാളൊരു സ്തോത്രം പുറത്ത് കൊണ്ടുവന്നു. ഇതപ്പോൾ ഒരു ചെറുകഥ കൊണ്ടിരുന്നു. ആ കസേര ഇന്നും ഇരിക്കുന്ന സ്ഥലത്തിരുന്നിട്ടാണ് നമ്മൾ ഈ കഥ കേൾക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിരുന്നു ആ അമ്മ അനുഭവിച്ച ഏകാന്തത എന്താണെന്ന്. പല സപ്താഹവേദികളിലും പല ആചാര്യന്മാരും കാലങ്ങളായിട്ട് കുറൂരമ്മ ഗുരുവായൂരപ്പനെ കാണാൻ വന്നപ്പോൾ എന്നൊക്കെ പറയും. ഫേസ്ബുക്കിലും കഥകളിലൊക്കെ കാണാൻ പറ്റും. കുറൂരമ്മ ഗുരുവായൂരപ്പനെ കാണാൻ വന്നു, അവിടെ വന്നു, ഇവിടെ വന്നു. ആ അമ്മ ഈ പറമ്പ് വിട്ട് എവിടെയും പോയിട്ടില്ല. ആ അമ്മയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ ഇവിടെ വന്ന് കൂടെ താമസാക്കിയതെന്ന് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു. ആ അമ്മയെ കാണാനായിട്ട് മഹത്തുക്കൾ ഇങ്ങോട്ട് വരിക ചെയ്തു. അമ്മയ്ക്ക് ഒരിക്കലും ഇവിടം വിട്ട് പോകേണ്ടി വന്നില്ല. കാരണം സ്വന്തം കുടുംബക്കാർ പോലും അമ്മയ്ക്ക് തലയ്ക്ക് ബുദ്ധിസ്ഥിരതയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉപേക്ഷിച്ചിട്ട് ആളാട്ടയ്ക്ക് പോയതാണ്. അമ്മ ഒറ്റയ്ക്കായിരുന്നു ഈ ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന മനടകത്ത്. ഒരാളുടെ സഹായം മാത്രം. പ്രപഞ്ചം മുഴുവൻ ആരാണോ തൻ്റെ പാദങ്ങളിൽ നിർത്തിയിട്ടുള്ളത് ആ ഭഗവാന്റെ. ഇതാണ് ഏകാന്ത ഭക്തിയുടെ ഏറ്റവും ലളിതമായിട്ടുള്ള രൂപം. ഏകാന്ത ഭക്തിയിൽ ചടങ്ങുകളില്ല, പൂജകളില്ല, നേദ്യങ്ങളില്ല, മന്ത്രമില്ല, സ്തോത്രമില്ല, ഒന്നുമില്ല. ഒരഭിനയവുമില്ല, ഒരു കെട്ടുകാഴ്ചയില്ല, അമിതമായിട്ടുള്ള ഇൻറ്റൻസിറ്റി ഇല്ല, തീവ്രതയില്ല, ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമില്ല. അമ്മയുടെ ജീവിതം കണ്ടാലും ഇതിപ്പോൾ പറഞ്ഞ ആളുടെ കഥ കണ്ടാലും അയാൾ ഓഫീസിൽ പോകുന്നു, ചെയ്യാനുള്ള ജോലികൾ ചെയ്യണു, എല്ലാം ചെയ്യുന്നുണ്ട്. അമ്മ പറമ്പിൽ നടക്കും, പട്ടയും കവുങ്ങിൻ്റെ തേങ്ങ ഇടുന്ന തേങ്ങയുടെ കണക്കെടുക്കും, അതൊക്കെ കൊണ്ടുവന്നിടും. ഇതിന് മുഴുവൻ സഹായിക്കാനാണ് ഭഗവാൻ കൂടെ നിന്നിരുന്നു. താളും തകരയും പോയി പറിക്കും, അരി നാഴിയിലെടുക്കും, കാളന്നെടുത്തിട്ട് ചോറിനിടുന്നു. സകല പണിയും ഇത്രയും ഈ ഇല്ലത്തിൻ്റെ സകല പണിയും ചെയ്യാണ്. 12 വയസ്സിൽ വിധവയായ ഒരു പെൺകുട്ടി. ഞാനും എൻ്റെ സുഹൃത്തായിട്ടുള്ള എൻ്റെ സാരഥി, ഞാൻ അദ്ദേഹത്തിനോട് പറയായിരുന്നു, ഈ കാട് പോലുള്ള ഈ പ്രദേശത്തേക്ക് കിടക്കുമ്പോൾ ഒരു 500 കൊല്ലം മുമ്പ് ഈ പ്രദേശം എങ്ങനെ ഇരുന്നിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഇരുന്നിട്ടാണ് ഭക്തിയുടെ ഈ സൂര്യതേജസ് ഭഗവാനെ ആകർഷിച്ചിട്ട് ഗുരുവായൂർ ഇങ്ങോട്ട് വരുത്തിയത്. അപ്പോൾ ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. ഓരോ ദിവസവും നമ്മുടെ ഹൃദയം മടങ്ങിയെത്തുന്ന ഒരിടമുണ്ടാക്കുക. വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. നമ്മൾ പറയില്ലേ, എത്ര അധ്വാനിച്ച് കഴിഞ്ഞാലും എവിടെയൊക്കെ പോയാലും അവസാനം സ്വന്തം വീട് തന്നെ ശരണം. ആ വീട്ടിൽ വന്ന് ആ കടയ്ക്ക് കാണുമ്പോൾ ഒരു ഉറക്കം വരും നമുക്ക്. അവിടെ കിടക്കാൻ തോന്നും. ഒരു ശല്യവും ചെയ്യാണ്ട് ആരുടെയും ശല്യം അല്ലാണ്ട് ഒരു ഉറക്കമുണ്ട് നമ്മൾ. അതൊരു പായയാണെങ്കിലും കട്ടിലാണെങ്കിലും സപ്രപഞ്ചമാണെങ്കിലും എന്താണെങ്കിലും ജീവിതത്തിൽ ആ സപ്രപഞ്ചോ കട്ടിലോ ഭഗവാനാ. എവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞാലും അവസാനം തിരിച്ചു വന്ന് നമ്മൾ അഭയം പ്രാപിക്കേണ്ട ഒരു സ്ഥലമുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഓരോ ദിവസം എൻഡ് ഓഫ് ദി ഡേ വേർ ദ ഹാർട്ട് റിട്ടേൺസ്. അതിന് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല പ്രപഞ്ചത്തിൽ, വേറൊരു ആശ്രയമില്ല. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഈശ്വരൻ, മഹാദേവനാവട്ടെ, അമ്മയാവട്ടെ, ഗണപതി ആവട്ടെ, അല്ലെങ്കിൽ മുരുകനാവട്ടെ, ആരോ ആവട്ടെ, ഏതോ ദേവനാവട്ടെ, നമ്മുടെ ഇഷ്ടദേവൻ, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഭഗവാന്റെ പ്രാധാന്യമുള്ള സ്ഥലമായതുകൊണ്ട് ഭഗവാനെ പറയണമെന്ന് മാത്രം. ഗുരുവായൂരപ്പൻ എന്നെക്കുറിച്ച് മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളെക്കുറിച്ച് പറയണില്ല എന്ന് മറ്റുള്ളവരും പരാതി പറയില്ല. മനുഷ്യന് മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഈശ്വരൻ പ്രത്യക്ഷപ്പെടുമ്പോഴല്ല ഏകാന്ത ഭക്തി തുടങ്ങണത്. കുറൂരമ്മയ്ക്ക് ഉണ്ണിയെ കാണാൻ പറ്റി ഒപ്പം നടക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഉണ്ണിയെ മാത്രം വിളിച്ചുകൊണ്ടിരുന്നത്. അല്ലാത്തപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചിരുന്നു. അങ്ങനെയല്ല. ഈശ്വരൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമല്ല ഏകാന്ത ഭക്തി ആരംഭിക്കുന്നത്. ഭഗവാനെ നേരിട്ട് കാണാൻ കഴിയാത്തപ്പോഴും ആ ഗുരുവായൂരപ്പനില്ലാണ്ട് ജീവിക്കാൻ നമ്മൾ വിസമ്മതിക്കണ നിമിഷത്തിലാണ് ഏകാന്ത ഭക്തി തുടങ്ങുന്നത്. ഇത് സോഷ്യൽ മീഡിയയുടെ അകത്ത് ഭക്തി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. 100,000 തവണ ഗുരുവായൂർ പോയി തൊഴുതാലും കിട്ടില്ല. തൊട്ടടുത്തുള്ള അമ്പലത്തിലും രാവും വൈകുന്നേരത്തും പോയി തൊഴുതാലും ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പോൾ ശരീരം കൊണ്ടൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന ഒരാൾക്കായിരിക്കും അത് കിട്ടുക. ശരീരം തടവിലായിട്ടുള്ളൊരു വ്യക്തിക്ക് മറ്റെവിടെയും മനസ്സിനെ കൊണ്ട് കെട്ടാനില്ലെങ്കിൽ ആ സാക്ഷാത്കാരം ഉറപ്പാണ്. അതുകൊണ്ട് മറക്കരുത്, ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ഭഗവാൻ ഇല്ലാണ്ട് ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല എന്നുള്ള വിസമ്മതം എന്ന് വരുന്നോ അപ്പോഴേ ഏകാന്ത ഭക്തി സ്റ്റാർട്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് വെറും തിയറി മാത്രമാണ്. ശരത്ത് ഒരു കഥയൊക്കെ പറഞ്ഞു, നല്ല രസം, അത്രേ അവിടെ അവസാനിപ്പിക്കും. നമ്മളൊക്കെ അമ്മയെ കണ്ണനെ കൂടെ താമസിപ്പിച്ച അമ്മയായിട്ടാണ് കാണുന്നത് അല്ലേ? അമ്മയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താ, സാധാരണ ഭഗവാനെ പൂജിച്ച അമ്മ എന്നോ ഭഗവാനെക്കുറിച്ച് പാട്ടുകൾ പാടി അമ്മ എന്നോ അങ്ങനെയൊന്നും അല്ല പറയുക. അമ്മ എഴുതിയ ഒരു സംസ്കൃത സ്തോത്രമുണ്ട് കൃഷ്ണനെക്കുറിച്ച്.
എനിക്ക് അതിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതി പണ്ട് ആനന്ദിരുമേനയുടെ ഒരു കളക്ഷനിൽ കിട്ടിയതുണ്ടായിരുന്നു. അത് ഈ ഇടയായിട്ട് ഞാൻ കുറേ തിരയുന്നു. നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക അത് തിരിച്ചു കിട്ടാൻ. അത് കാണാനില്ല. അത് ആരും എൻ്റെ അത് മേടിച്ചുകൊണ്ട് പോയോ എനിക്കത് കാണാതെ അറിയില്ല. ഞാൻ ഇത്തവണ വരുമ്പോഴെങ്കിലും അത് പറയണമെന്ന് കഴിഞ്ഞ കൊല്ലം വിചാരിച്ചിരുന്നു. കഴിഞ്ഞ ഒരു വർഷവും ഞാൻ പല പ്രാവശ്യം തിരഞ്ഞിട്ടത് കാണാനില്ല. അമ്മ എഴുതിയ സംസ്കൃതത്തിലുള്ള ഏതാനും ശ്ലോകങ്ങൾ കൃഷ്ണനെക്കുറിച്ച് മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ചില അവിടെ ഇവിടെയുള്ള വാക്കുകൾ എനിക്ക് ഓർമ്മയുള്ളൂ. പണ്ട് എനിക്ക് കിട്ടിയതാണ്. ആ അമ്മയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ ദേവി പൂന്താനത്തിനെ പോലെയോ ഭട്ടതിരിയെ പോലെയോ ഒക്കെ വലിയ വലിയ ട്രീറ്റൈസസ് ഒന്നും രചിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോഴും മറ്റു പല സ്ഥലത്തും ഗുരുവായൂരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. കുറൂരമ്മയ്ക്കും വില്ലുമംഗലത്തിനും മാനവേദനും ഒരു സിംഗിൾ ഗുരുനാഥനാണ്. അല്ലാണ്ട് വില്ലുമംഗലമല്ല കുറൂരമ്മയുടെ ഗുരുനാഥൻ. പലരും തെറ്റിദ്ധരിക്കുന്നത് വില്ലുമംഗലമാണ് കുറൂരമ്മയ്ക്ക് ഭഗവാനെ കാണാനുള്ള മന്ത്രം കൊടുത്തതെന്നാണ്. ഇവർ 3 പേർക്കും പ്രത്യക്ഷഗോപാല മന്ത്രം കൊടുത്തത് വടക്കുന്ന് വന്ന വൃന്ദാവന ഭാഗത്തുനിന്ന് വന്ന ഒരു അജ്ഞാതനാമാവായിട്ടുള്ളൊരു ഗോസായിയാണ്. അദ്ദേഹം ആരാന്ന് ഇന്നും നമുക്ക് ചരിത്രത്തിൽ രേഖകളൊന്നുമില്ല. ഈ 3 പേർക്ക് ഈ വീട്ടിലിരിക്കുന്ന ഈ അമ്മയ്ക്ക്, പുറം ലോകം കാണാത്ത അമ്മയ്ക്ക് ഈ കാട് പോലുള്ള പ്രദേശങ്ങളുടെ അകത്തേക്ക് വന്നിട്ട് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നൊരു ഗോസായി ഇങ്ങോട്ട് വന്ന് മന്ത്രം കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ശിഷ്യനെ തേടി ഗുരു വരും എന്ന് പറയുന്നത് എൻ്റെ ഭഗവാൻ അയക്കണേണ്. വില്ലുമംഗലത്തിന് അത് എപ്പോഴാണ് കിട്ടിയത്? മാനവേദൻ എന്നാ കിട്ടിയതല്ല. മാനവേദൻ രാജാവാണ്. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും കിട്ടാം. അദ്ദേഹം യുവരാജാവായിരിക്കുന്ന കാലത്താണ്, ഏറാൾപ്പാടായിരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിന് ആ മന്ത്രം കിട്ടണം. 3 പേർക്കും കൊടുത്തത് ഒരേ മന്ത്രമാണ്. പക്ഷെ 3 രീതിയിൽ അത് ഉപയോഗിച്ചത്. മാനവേദൻ പ്രാർത്ഥിച്ചു, ഭഗവാനെ ഒരിക്കലെങ്കിലും എനിക്ക് കാണാൻ പറ്റണേ എന്ന് പറഞ്ഞിട്ട് ആ മന്ത്രം ജപിച്ചു. ഒറ്റ തവണയെ കാണിച്ചു കൊടുത്തുള്ളൂ. ഒരു മയിൽപ്പീലിയും കൊടുത്തിട്ട് പോയി. ആഗ്രഹിക്കുമ്പോഴൊക്കെ കാണാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ജപിച്ചു. വില്ലുമംഗലം ആഗ്രഹിക്കുമ്പോഴൊക്കെ കാണാൻ സാധിച്ചു. അച്ഛാ അച്ഛാ എന്ന് വിളിച്ചിട്ട് പുറകെ നടന്നു. എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ജപിച്ചു. കുറൂരമ്മ എന്നും കൂടെ ഉണ്ടായിരുന്നു. കുറൂരമ്മയുടെ ശരീരം ദഹിപ്പിക്കപ്പെട്ടിട്ടാണ് ഭഗവാൻ ഈ ഭൂമി കടന്നു പോയത്. അതുവരെയും അദ്ദേഹത്തിൻ്റെ ഒരു കാല ഈ പ്രദേശത്ത് മനുഷ്യരൂപത്തിൽ തന്നെ ജീവിച്ചിട്ടുണ്ട്. ഈ പറമ്പുകളിലും ഈ മണ്ണിലൊക്കെ നടന്നുണ്ടാവണം. അമ്മയ്ക്ക് വേണ്ടി ചുള്ളിക്കമ്പ് പൊട്ടിക്കാനും മരുന്ന് പറിച്ചു കൊടുക്കാനും ചീര പറിക്കാനും തേങ്ങ വരട്ട് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയായിരുന്നിരിക്കും ഭഗവാൻ ഇവിടെ ഇടപഴകിയത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഒരു ദിവസം വില്ലുമംഗലം നോക്കുന്ന സമയത്ത് ദേഹം മുഴുവൻ കരിയായിട്ട് വന്ന് നിന്നത്. ഇതെന്താതെന്ന് ചോദിച്ചു. ഞാൻ ഒരു വികൃതി കാണിച്ചു. അതിനെ എന്നെ അമ്മാന്നേ പറഞ്ഞിരുന്നുള്ളൂ. ഇന്ന അമ്മ എന്നൊന്നും പറയില്ല, അമ്മ എന്നാ പറഞ്ഞത്. എന്നെ അമ്മ കരിക്കലം കൊണ്ട് ഇട്ട് കമത്തി അടച്ച് അതിൻ്റെ മുകളിൽ ഭാരവും വെച്ചു എന്ന് ഞാൻ പുറത്ത് കിടക്കാണ്ടിരിക്കാൻ. ആ കരിക്കലത്തിൻ്റെ ഉള്ളിൽ കിടന്ന് മൂപ്പര് പെരുമാറിയതിൻ്റെയാണ് ദേഹം മുഴുവൻ ഉണ്ടായ കരി, ഭക്തിയുടെ, ഏകാന്ത ഭക്തിയുടെ കരി. അതുകൊണ്ട് ചിലർക്ക് ഭക്തിയുണ്ട്, അത് പ്രാർത്ഥനകളിൽ കൂടെയാണ് പ്രകടിപ്പിക്കുന്നത്. ചില വ്യക്തികൾക്ക് ഭക്തിയുണ്ട്, അവരത് കീർത്തനങ്ങൾ പാടിയും നാമം ചൊല്ലിയിട്ടും പ്രകടിപ്പിക്കുന്നു. പക്ഷെ അപൂർവമായിട്ടുള്ളൊരു ഭക്തിയുണ്ട്. ആ ഭക്തി എന്താണെന്നറിയോ? ഭഗവാനോടൊപ്പം ജീവിക്കണ ഭക്തി. ശിവായ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞിട്ടൊരു സ്വാമി, ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഹവായിലാണ് അദ്ദേഹം. അമേരിക്കയുടെ അടുത്തുള്ള, സൗത്ത് അമേരിക്കയുടെ അടുത്തൊക്കെയുള്ള ദ്വീപുകളിൽ, ഹവായി ദ്വീപുകളിൽ വലിയൊരു പ്രസ്ഥാനം സ്ഥാപിച്ച തമിഴ് ശൈവത്തിൻ്റെ വലിയൊരു മഹാത്മാവായിട്ടുള്ളൊരു സന്യാസിയായിരുന്നു അദ്ദേഹം. ഒരു വെള്ളക്കാരനാണ്, അമേരിക്കക്കാരനായിരുന്നു. ആ മഹാത്മാവ് മനോഹരമായിട്ടുള്ള 3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വൈഷ്ണവ സമ്പ്രദായത്തിലല്ല. അതിലേറ്റവും പ്രസിദ്ധമായിട്ടുള്ള സീരീസിൻ്റെ പേരിന് ലിവിങ് വിത്ത് എന്നാണ്. ലിവിങ് വിത്ത് ശിവ, ഡാൻസിങ് വിത്ത് ശിവ, ഇങ്ങനെയൊക്കെയാണ്. അത് ലിവിങ് വിത്ത് ശിവ, ലിവിങ് വിത്ത് ഗണേശ, ദേവതയോടൊപ്പം ജീവിക്കുക എന്നാണ് പറഞ്ഞത്. അതൊരു പുസ്തകമാണെങ്കിൽ അതിന് എത്രയോ നൂറ്റാണ്ട് മുമ്പ് ഗുരുവായൂരപ്പൻ്റെ ഒപ്പം ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നത് ഈ അമ്മയാണ്. നമ്മുടെ ഈ കേരളത്തിൽ ഏറ്റവും ലളിതമായിട്ട് അമ്മ ജീവിച്ചിരുന്ന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങൾ, ഇവിടെ തൃശ്ശൂരിൻ്റെ ഈ പ്രദേശങ്ങൾ, കൊടുങ്ങല്ലൂർ, ചാവക്കാട് വരെയുള്ള പ്രദേശങ്ങൾ സാമൂതിരിപ്പാടിൻ്റെ കാലമാണ്. പൊളിറ്റിക്കലി വളരെ ടർബുലൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലേക്ക് കൊച്ചി രാജവംശത്തിൻ്റെ ആക്രമണങ്ങൾ ഒരുപാട് വരുന്ന കാലം. അതുകൊണ്ട് പൊളിറ്റിക്കലി അത്ര സുഖമുള്ള കാലമൊന്നും ആയിരുന്നില്ല അമ്മ ജീവിച്ചിരുന്ന കാലം. പൂന്താനം തന്നെ തിരുനാവായ ഉപേക്ഷിച്ച് ഗുരുവായൂർക്ക് ഓടി വരാനുള്ള കാരണം തിരുനാവായിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന അടിക്കടിയുള്ള ആക്രമണങ്ങളും രക്തച്ചൊരിച്ചിലും കാരണമാണ്. സ്വസ്ഥമായിട്ടിരുന്ന് ഭജന നടത്താൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല. അന്ന് താരതമ്യേന ഒട്ടും പ്രസിദ്ധമല്ലാത്തൊരു കൊച്ചു ക്ഷേത്രമാണ് ഗുരുവായൂർ.
ഗുരുവായൂരിനെ കുറിച്ച് അധികം പേർക്ക് അറിയില്ല. പൂന്താനം എങ്ങനെ ഗുരുവായൂർ എത്തിപ്പെട്ടു എന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. ഭട്ടതിരി എത്തിയതിന് നമുക്ക് പിന്നെയും കഥയുണ്ട്. പൂന്താനം എങ്ങനെ വന്നു എന്നുള്ളത് അജ്ഞാതമാണ്. നമ്മൾ ഇന്ന് ഈ കാണുന്ന സ്ട്രക്ചറുകളൊന്നുമല്ല, ചരിത്രം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. അന്ന് വലിയ പാണ്ഡിത്യമില്ലാത്ത, തത്വശാസ്ത്രങ്ങൾ അറിയാത്ത, തർക്കങ്ങളില്ലാത്ത, ആകെ ഇന്ന് ഇന്ന പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു പേരൊക്കെ നമ്മൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇന്ന അന്തർജനം എന്ന് പറഞ്ഞിട്ട്. അതുപോലും കൽപ്പന മാത്രമാണ്. ആ അമ്മയുടെ പേര് പോലും എന്താണെന്നറിയില്ല. കല്യാണം കഴിഞ്ഞ് വന്ന് ഇല്ലത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടു. അവരൊരിക്കലും ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടോ ബ്രഹ്മവിദ്യയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അവരൊരു വേദാന്തവും പഠിച്ചിട്ടില്ല, ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കൊടുത്തിട്ടില്ല, മോക്ഷം നേടിയിട്ട് അലഞ്ഞിട്ടുമില്ല. ഇന്ന് ലൗകിക ജീവിതത്തിലിരിക്കുന്ന പലരും അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരു പടപ്പ. എന്തൊക്കെയോ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഓടുക, ഇവിടെ ഓടുക, അവരെ കാണുക, ഇവരെ കാണുക, ഇവിടെ നമസ്കരിക്കുക, അവിടെ ജപിക്കുക, ഇത് ചെയ്യുക, അത് ചെയ്യുക, ഇതിൻ്റെ ഇടയിലുള്ള കളി. പക്ഷെ ഇവിടെ ഒരാൾ ഒരുപക്ഷെ സാഹചര്യങ്ങളിൽ അന്നത്തെ സമ്മർദ്ദം കൊണ്ടോ വാട്ടവർ തൻ്റെതായിട്ടുള്ള ലൗകികമായിട്ടുള്ള ലോകം, തൻ്റെ കർമ്മം ഭഗവാൻ ജീവിച്ചു തീർക്കാൻ പറഞ്ഞ ആ സ്ഥലത്ത് നിഷ്ഠയോട് കൂടിയിട്ട് ജീവിച്ച് ഭഗവാനെ കയ്യിൽ കൊണ്ടു നടന്ന് ഭംഗിയായിട്ട് ജീവിച്ചു തീർത്തു. ഒറ്റയ്ക്കാണെങ്കിലും ആ വ്യക്തിക്ക് ഒരു ലൗകിക കടമയുണ്ട്. ആ ശരീരം പോകുന്നത് വരെ അതിനെ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട കാര്യങ്ങളുണ്ട്. അതവർ ഭംഗിയായിട്ട് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഭഗവാൻ പൊതുവിൽ ഗൃഹസ്ഥാശ്രമം ഭംഗിയായിട്ട് ജീവിക്കണവരോട് സ്നേഹം കൂടും, അമ്പലത്തിൽ പോയില്ലെങ്കിലും. അത് കൃഷ്ണൻ്റെ ഒരു സ്വഭാവമാണ്. മഹാദേവനും ഗുരുവായൂരപ്പനുമുള്ള ഒരു വിശേഷ സ്വഭാവമാണ് തങ്ങളെ വന്ന് തൊഴുതില്ലെങ്കിലും തങ്ങളുടെ അച്ഛനമ്മമാരെ നന്നായിട്ട് നോക്കുന്ന ആൾക്കാരെ വളരെ സ്നേഹ. അതുകൊണ്ടാണ് ദ്വാരക കടലിൽ പോകുന്നതിന് മുമ്പുള്ള ഭഗവാന്റെ അവസാനത്തെ യാത്ര പ്രസിദ്ധമായിട്ടുള്ള ആ പാണ്ഡുരംഗൻ്റെ കഥയായിട്ട് മാറുന്നത്. രുക്മിണിയുടെ അടുത്ത് ഒരു ദിവസം പറയുക, എനിക്കോ എൻ്റെ അച്ഛനമ്മമാരെ വളർത്തിയവരെ മര്യാദയ്ക്ക് നോക്കാൻ സാധിച്ചില്ല. നമ്മുടെ രാജ്യത്ത് അച്ഛനെയും അമ്മയും ദൈവങ്ങളെപ്പോലെ നോക്കുന്ന ഒരുത്തനുണ്ടത്രേ. അവൻ ഈശ്വരവിശ്വാസിയൊന്നുമല്ല, എനിക്കൊന്ന് അവനെ കാണണം, ഞാനൊന്ന് പോവാണ് എന്ന് പറഞ്ഞ ഉടനെ അമ്മ പറഞ്ഞു, എന്നാൽ ഞാനും വരുന്നുണ്ട്, എനിക്കും ഒരാഗ്രഹം കാണാൻ. അങ്ങനെ രണ്ടുപേരും കൂടെ തേരി കയറിയിട്ട് അങ്ങോട്ട് പോയി. അവൻ്റെ കുടിലിൻ്റെ മുന്നിൽ പോയി നിന്നു. ഭഗവാൻ ശംഖ് വിളിച്ചു. അവൻ പുറത്തേക്ക് ഒരു ഇഷ്ടിക കഷ്ണം എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ആരാണെങ്കിലും അതിലിരുന്നോളൂ. അവൻ്റെ വീട്ടിൽ ചെയറൊന്നുമില്ല, ഒരു ഇഷ്ടിക കഷ്ണം എടുത്തു കൊടുത്ത് ഒരു ഏറെറിഞ്ഞു. അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം. ചെങ്കൽമേലെ അമർന്നിരിക്കും പാണ്ഡുരംഗ എന്ന് പറഞ്ഞിട്ട് ഭജനയിൽ പാടുക. അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഭഗവാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ കയ്യിൽ ശംഖുണ്ട്, ആ വിഗ്രഹത്തിൻ്റെ പുറകിലേ കാണുള്ളൂ. ആ ശംഖ് ഊതി കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. അതാണ് ആ പാണ്ഡുരംഗനായിട്ട് നിൽക്കുന്നത്. അച്ഛനെയും അമ്മയും നോക്കുന്ന ഭക്തനെ കാണാൻ വേണ്ടി പോയത്, ആ പുണ്ടലീകനെ കാണാൻ പോയ ഭഗവാനത്. അമ്മയും അടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, രഘുമായി. അത്രയും വലിയ തത്വമാണ് നിൽക്കുന്നത്. അപ്പോൾ ഗാർഹസ്ഥ്യത്തിനെ തള്ളിപ്പറയാത്ത ദേവനാണ് ഭഗവാൻ. ഒരു ദേവനും ഗാർഹസ്ഥ്യത്തെ തള്ളി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എസ്കേപ്പിസം പറഞ്ഞിട്ടില്ല, ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ കുറൂരമ്മ ആകെ ആഗ്രഹിച്ചത് എന്താ? ഒരേ ഒരു കാര്യം. അവർക്ക് എന്തായിരുന്നു വേണ്ടത്? അവർക്ക് ഒറ്റ കാര്യമുള്ളൂ. മിറ്റത്ത് കണ്ണൻ മണ്ണ് കളിക്കുന്നുണ്ട്, കണ്ണാ വരൂ ഊണ് കഴിക്കൂ. ഇതാണ് അവരുടെ ആഗ്രഹം. കണ്ണാ ഒന്ന് വന്ന് കുളിക്കൂ, കണ്ണാ എനിക്കിതൊന്ന് എടുത്ത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ച് തരൂ, കണ്ണാ വിറകൊന്ന് കീറിയിട്ട് തരൂ. ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. അല്ലാണ്ട് ചിതന്തേ പുണ്ഡരീകാക്ഷ നമസ്തേ വിശ്വഭാവന എന്ന് പറഞ്ഞിട്ട് ചൊല്ലിയിട്ടോ ഒന്നുമല്ല. വലിയ വലിയ മന്ത്രങ്ങളൊന്നും ചൊല്ലിയിട്ടില്ല. എന്തിന് അച്യുതൻ കേശവൻ രാമനാരായണൻ പോലും ചൊല്ലിയിട്ടുണ്ടാവില്ല. വർത്തമാനം പറയുക. ഇപ്പം ഞാൻ പലപ്പോഴും പല പ്രഭാഷണങ്ങളിലും അമ്പലങ്ങളിലേക്ക് കയറി വരുമ്പോൾ ഈ ഓടി വന്ന ഉടനെ എന്നെ വിടുന്നേ പരാതി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോരുതെന്ന് പറയും. അവിടെ ചെന്ന് ചോദിക്കുക, ഭഗവാനെ ഊണ് കഴിച്ചോ, കുളിച്ചോ, സന്തോഷമായിട്ടിരിക്കണോ, മേശാന്തി നന്നായി നോക്കണില്ലേ, ഒന്ന് സംസാരിക്കൂ. തിരിച്ച് സംസാരിക്കും. നിങ്ങൾ ശ്രമിക്കാത്തതുകൊണ്ട് മാത്രമാണ്. ശ്രമിച്ചാൽ എല്ലാവർക്കും കുറൂരമ്മയുടെ അനുഭവം ഉണ്ടാവും. ഭഗവാൻ ഒരാൾക്ക് മാത്രമേ അത് എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തിട്ടുള്ളൂ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ വരൂ ഊണ് കഴിക്കൂ, വരൂ കുളിക്കൂ, ഒന്ന് വിറക് എന്താ പറയുക മുറിച്ച് തരൂ, അല്ലെങ്കിൽ ആ പാത്രം അടുപ്പത്തു നിന്ന് ഇറക്കി വെക്കൂ എന്നൊക്കെ പറയുമ്പോൾ ആ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഗുരുവായൂരപ്പൻ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. ഈ ഓം വിശ്വം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണ സഹസ്രനാമത്തിൻ്റെ അധിപനായിട്ടിരിക്കുന്ന ആ വിശ്വത്തിൻ്റെ ആ വിശ്വവിഗ്രഹ രൂപനായിട്ടിരിക്കുന്ന ആളെയാണ് കരിക്കലത്തിൻ്റെ അകത്തിട്ട് അടച്ചു എന്ന് പറഞ്ഞത്.
ഈ കോൺട്രഡിക്ടറി ബ്യൂട്ടിയാണ്, മാജിക്കാണത്. വൈരുദ്ധ്യമുള്ള മാന്ത്രികതയാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഇവിടെ ദേവൻ, ഈശ്വരൻ സ്നേഹിക്കണവന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു കൊച്ചു കുഞ്ഞായിട്ട് മാറും. ഞാൻ ഈ അടുത്തുകൂടെ ഗുരുവായൂരപ്പൻ്റെ ബാലഭാവം ഇന്നാൾ ഡൽഹിയിൽ പറഞ്ഞ സമയത്ത് ഞാൻ എന്തിനാ ഭഗവാൻ ബാലഭാവത്തിൽ വരുന്നത്? ആക്സസിബിലിറ്റി കൂടുതലാണ് ആ ഭാവത്തിൽ. അത് മനസ്സിലാക്കിയ ആളായിരുന്നു കുറൂരമ്മ. അവർ ഭഗവാനെ സ്നേഹിച്ചു തുടങ്ങുന്ന കാലത്ത് അവർക്ക് കൗമാരം പോലും ആയിത്തുടങ്ങി. അവർ ബാല്യാവസ്ഥ വിടുമ്പോൾ വിധവയായവരാണ്. അവർക്ക് വേണമെങ്കിൽ ഭഗവാനെ കാമുകനായി കണ്ടിട്ട് മധുരഭക്തി ആഘോഷിച്ച് നടക്കാമായിരുന്നു ജീവിതത്തിൽ. അവർ ചെയ്തില്ലല്ലോ. കാരണം അവർക്കറിയായിരുന്നു ഏറ്റവും ഫലപ്രദമായിട്ടുള്ള, ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഭാവം ഭഗവാന്റെ ബാലഭാവ. അതുകൊണ്ട് തന്നെ ഭഗവാൻ വരുമായിരുന്നു. ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. അത് വെറും സങ്കല്പമല്ല, അത് ഹാലൂസിനേഷൻ ആയിരുന്നില്ല, അതൊരു പർട്ടിക്കുലർ ടൈപ്പ് ധ്യാനത്തിൻ്റെ രീതിയായിരുന്നില്ല. അവർ കണ്ണനെ അങ്ങനെ ധ്യാനിച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്തതാണ്. എൻ്റെ അടുത്ത് ഇന്നാൾ ഒരാൾ ചോദിച്ചു, ശരിക്കും കുറൂരമ്മയൊക്കെ ഹാലൂസിനേറ്റ് ചെയ്തതല്ലേ ശരത്തേട്ടാ? ഞാൻ പറഞ്ഞു, നിനക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഹാലൂസിനേഷനാണ്. അതായത് അവൻ്റെ ഹാലൂസിനേഷനാണ്, അല്ലാണ്ട് ആ വ്യക്തി ഹാലൂസിനേറ്റ് ചെയ്തിട്ടുള്ളതല്ല. അത് തന്ത്രമാണോ? തന്ത്രമല്ല. അമ്മ കിണ്ടിയും വെള്ളമൊക്കെ വെച്ചിട്ട് കളമൊക്കെ വരച്ചിട്ട് ഭഗവാനെ ആവാഹിച്ചിട്ട് അവിടെ ഒരു കുട്ടിയുടെ രൂപമാക്കി അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്തത്. ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം സത്യം വളരെ ലളിതമാണ്. കൃഷ്ണൻ സത്യമായിരുന്നു, കൃഷ്ണനുണ്ട്. ഇത് പറയാൻ ധൈര്യം വേണം. നമ്മളിതൊക്കെ പറയും. ഇപ്പം മൂപ്പര് ഇവിടെ വന്ന് നിന്നാൽ പകുതി പേര് ബോധം കിട്ടി വീഴും. ഉൾക്കൊള്ളാൻ വയ്യ. ഞാനടക്കം ചിലപ്പോൾ ശരീരം കയ്യും കാലം മറിച്ച് വീണു. കാരണം നമ്മൾ പാകപ്പെട്ടിട്ടില്ല. ഭഗവാൻ എപ്പോഴാണ് വരിക? നമ്മൾ പാകപ്പെടുമ്പോൾ ഭഗവാൻ വരും. അതിന് ഏറ്റവും നല്ല ടൂളാണ് ഏകാന്തഭക്തി. ഏകമാത്രമായ ഒരു രൂപത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഭക്തിയാണ്. ഇത് വഴിയെ പറയാൻ അവരാ കുട്ടിയെ ഊട്ടും, ഭക്ഷണം കൊടുക്കും, വായ തുടച്ചു കൊടുക്കും, ഉണ്ണിയോട് വർത്തമാനം പറയും, സ്നേഹത്തോടെ വഴക്ക് പറയും, പൊന്നുപോലെ നോക്കും. ചിലപ്പോൾ ഭഗവാൻ കടന്നുറങ്ങുമ്പോൾ വീശി കൊടുക്കും. ഒരമ്മയെപ്പോലെ ഇങ്ങനെ കാലങ്ങൾ കടന്ന് പോകുമ്പോൾ ഒരു മാറ്റം സംഭവിക്കുന്നു. കൃഷ്ണനില്ലാത്തൊരു ലോകത്തവർക്ക് ജീവിക്കാൻ കഴിയാതായി. ആ ലോകം എന്ന് പറയുന്നത് ഈ വീടോ ഈ ഗ്രാമോ ഈ പ്രദേശമല്ല, അവരുടെ സമ്പൂർണ്ണ അസ്തിത്വം ഭഗവാനിലായി പോയി. നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകണത് എന്തുകൊണ്ടാണ്? എന്തിനാണ് നമ്മൾ അമ്പലങ്ങളിൽ പോകണത്? നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴാണ്. അല്ല എന്ന് പറയണ്ട. ഒന്നുമില്ലെങ്കിൽ മനസ്സിനൊരു സുഖം കിട്ടാൻ പോയി എന്നാ പറയുക. ആവശ്യമുണ്ട് അവിടെ. ഭഗവാനെ ഒന്ന് കാണണം എന്ന് തോന്നി, അതുകൊണ്ട് പോയി, അതും ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയണത് മോക്ഷത്തിന് ആഗ്രഹിക്കുന്നത് പോലും ആഗ്രഹമാണെന്ന് ഉദ്ധവൻ്റെ അടുത്ത് സൂചിപ്പിച്ചു വയ്ക്കുന്നുണ്ട് ഭഗവാൻ. നമ്മൾ ഭഗവാനെ ഓർക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ഭയം ഉണ്ടാവുമ്പോഴാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ നിസ്സഹായരാകുമ്പോഴാണ്. പക്ഷെ കുറൂരമ്മയോ കണ്ണനില്ലാണ്ട് ഒരു നിമിഷം പോലും അവർ ജീവിച്ചിരുന്നിരുന്നില്ല. അതാണ് ഏകാന്തഭക്തി. അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് സദാ ഭഗവാനെ കൊണ്ടു നടക്കണം. ഇതൊരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ ഇരിക്കുന്ന ഒരാൾക്കും സാധിക്കും. എൻ്റെ അറിവിൽ ബാംഗ്ലൂർ നഗരത്തിൽ തന്നെ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ സൈഡ് സീറ്റിൽ ബെൽറ്റ് ഇട്ടിട്ട് ഭഗവാനെ ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്ന ഒരാളെ അറിയാം. അതിന് നാട്ടുകാരെ കാണിക്കാൻ ഒരു ബൊമ്മയും കൊണ്ടൊന്നും നടക്കണില്ല. ഹൃദയത്തിലത് ഗുരുവായൂരപ്പനെ കൂടെ കൊണ്ടു നടക്കേണ്ടതെന്ന് കാണിക്കാൻ പൊടിയും ചെളിയും പിടിപ്പിച്ചിട്ട് അതിനെ കുളിപ്പിക്കുകയും ചെയ്യാണ്ട് ഒരു ബൊമ്മയും നാട്ടുകാരുടെ മുന്നിൽ കൂടെ കൊണ്ടു നടന്നുകൊണ്ടൊന്നും അത് വർക്കാവില്ല. അതകത്ത് കിട്ടണം, എപ്പോഴും അകത്ത് കിട്ടണം, നമ്മുടെ ഹൃദയത്തിൽ കിട്ടണം. വേറെ ഒരു സ്ഥലത്തും നമുക്ക് അഭയം കിട്ടാതെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ നമുക്ക് ഭഗവാനെ കാണാൻ തുടങ്ങും. എന്നാൽ അവരുടെ ചുറ്റുമുള്ള ആൾക്കാരെന്താ കണ്ടത്? അവരൊരു സാധാരണ സ്ത്രീ, അവർ പാചകം ചെയ്യണു, വീട് വൃത്തിയാക്കണു, സാധാരണ ജീവിതം നയിക്കണു, പറമ്പിൽ പണിയെടുക്കണു, ഇതൊക്കെ ചെയ്യട്ടെ. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഭാവം എന്താ? അവർ വൃന്ദാവനത്തിലാണ്, അവരവിടെ യശോദയാണ്. ഈ പ്രദേശം മുഴുവൻ അമ്പാടിയാണ്, അല്ലെങ്കിൽ വൃന്ദാവനമാണ്. അമ്മയുടെ കാഴ്ചപ്പാടതാണ്. അതിനെ നിരാകരിക്കാൻ നമ്മളാരാ? നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തി എന്ന് പറയുന്നതാണ്.
കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഒരു ദേവൻ മാത്രമല്ലായിരുന്നു. അവരുടെ വീട്ടിലുമുള്ള ദേവൻ, അവരുടെ ഹൃദയത്തിലുമുള്ള ദേവൻ, അവരുടെ ശ്വാസത്തിലുള്ള ദേവൻ. ഇങ്ങനെ ഗുരുവായൂരപ്പനെ കൊണ്ടുനടക്കാൻ പറ്റുമോ നമുക്ക്? അന്ന് നമുക്ക് ഭഗവാനെ കാണാൻ തുടങ്ങും. ചിലവരുണ്ട് 4 മാസമായി ഗുരുവായൂർ പോയിട്ടും തൊഴുതിട്ട് വലിയ വിഷമം, അതുകൊണ്ട് ഡിപ്രഷൻ. അത് വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ഭക്തി അപകടത്തിലാണ്. കാരണം നിങ്ങൾ ഭഗവാനെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ അകത്തും നിങ്ങളുടെ ചുറ്റിലും നിങ്ങളുടെ സകലത്തിലും നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് അവിടെ പോയാൽ മാത്രം കിട്ടുന്ന, നിങ്ങൾക്ക് ഒരു ലഹരി പോലെ കുറച്ച് നേരത്തേക്ക് വിഷമം മറക്കാൻ മാത്രം പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് അതിരിക്കുന്നത്. അതുകൊണ്ടാണ് യു മിസ് ഹിം. ഇഫ് യു റിയലി നോ ഹിം യു വിൽ നെവർ മിസ് ഹിം, ബിക്കോസ് ഹി ഈസ് ഓൾവേസ് വിത്ത് യു. ഭഗവാനെ മിസ് ചെയ്യാൻ സാധിക്കില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വിരഹഭക്തി സീറോ. വിരഹഭക്തി എന്നൊന്നില്ല. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വിരഹഭക്തി ഇല്ല. എന്തുകൊണ്ടാണ് രാധ പറഞ്ഞത് ഇനി വരണ്ട? കാരണം എവിടേക്കും പോകുന്നില്ല. എന്നെ കാണാൻ വരണ്ടെന്നാണ് പറഞ്ഞത്. കാരണം എവിടേക്കും പോകുന്നില്ല. അത് പരിഭവം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഒന്നും പറഞ്ഞല്ല. അത് ആ അമ്മയ്ക്കും ഭഗവാനും മാത്രം പറയുന്ന രഹസ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു തമ്മിൽ കണ്ടുമില്ല. നമ്മളാണ് കടന്ന് പടയ്ക്കണത്. സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞു അവരൊരിക്കലും കണ്ടില്ല. എന്നിട്ട് നമ്മളവരുടെ കല്യാണം നടത്തും, രാധാ കല്യാണമായിട്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിലൊക്കെ വന്ന എല്ലാ വർഷവും രാധാ കല്യാണം കാണാം. അവരൊരിക്കലും കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷേ അവർ സദാ അവനവനിൽ ഇരുന്നു എന്നുള്ളതാണ്. അതേമാതിരി ശ്വാസത്തിലിരുന്നു. അവരുടെ ജീവിതത്തിൽ മുഴുവൻ ഭഗവാൻ ഇരുന്നു. ഇത് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. കുറൂരമ്മ കൃഷ്ണനെ കണ്ടെത്തിയത് ലോകം ഉപേക്ഷിച്ചിട്ടല്ല. അവരൊന്നും വലിച്ചെറിഞ്ഞിട്ട് എങ്ങോട്ടും പോയില്ല. അവരെ തടയാൻ ആരും ഉണ്ടായിരുന്നില്ല. അവരിവിടെ ഒറ്റയ്ക്കായിരുന്നു. അന്നും അത്യാവശ്യം യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആ അമ്മയുടെ പ്രശസ്തി വന്നതിന് ശേഷം അനവധി പേര് മാനവേദം വരെ ഇവിടെ വന്ന് അമ്മയെ കണ്ട് നമസ്കരിച്ചിട്ടുണ്ടെന്ന് ഏതാണ്ട് സൂചനകളുണ്ട്. നാട് വാഴണ തമ്പുരാൻ വന്നിട്ട് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ കണ്ടിട്ട് പോയിട്ടുണ്ടെന്ന്. വില്യമംഗലം എന്തായാലും വന്നിട്ടുണ്ട് ഇവിടെ. നമുക്കൊക്കെ അറിയണ കഥയാണ്. അപ്പോൾ അവരോട് ആരോടെങ്കിലും പറഞ്ഞാൽ പോരെ എനിക്കൊന്ന് വൃന്ദാവനം വരെ പോകണം, അല്ലെങ്കിൽ വേണ്ട എനിക്കൊന്ന് ഗുരുവായൂർ പോകണം, അത് മതി. വൃന്ദാവനമൊക്കെ അവിടെ നിൽക്കട്ടെ, ഒന്ന് ഗുരുവായൂർ എന്നെ ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകുമോ, അതിനുള്ളൊരു ഏർപ്പാടാക്കുമോ? നമ്മൾ ഇത്തിരി സ്വാധീനമൊക്കെ വന്ന് ആദ്യം ചെയ്യണ പരിപാടി അതാ ചെയ്യുക. അമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാലുകുത്തിയ ചരിത്രമില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാലുകുത്താത്ത 2 മഹാഭക്തർ തുഞ്ചത്തെഴുത്തച്ഛനും കുറൂരമ്മയാണ്. എഴുത്തച്ഛന് ബാനായിരുന്നു. സാമൂതിരിയുടെ നാട്ടിൽ കാലുകുത്തിയാൽ തലവെട്ടും. അതുകൊണ്ട് അദ്ദേഹം വന്നിട്ടില്ല. കുറൂരമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം. അമ്മ ഇവിടെ തൃപ്തിയായിരുന്നു. അമ്മയ്ക്ക് വൃന്ദാവനം ഇവിടെയാണ്, ഇവിടെ ഉണ്ണിയുണ്ട്, പിന്നെന്തിന് വേറൊരു സ്ഥലത്ത് പോകണം? അതിൻ്റെ ആവശ്യമില്ല. അവരൊന്നും വലിച്ചെറിഞ്ഞിട്ട് ഈ പ്രാരബ്ധം, ഇപ്പം നമുക്കൊക്കെ ആണെങ്കിൽ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്, പല പല കെട്ടുപാടുകളുണ്ട്. അമ്മയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭഗവാൻ എല്ലാം മുറിച്ചു കൊടുത്തിരുന്നു. എല്ലാവരും കട്ട് ചെയ്ത് താനും അമ്മയും മാത്രമുള്ളൊരു ലോകം ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക. അമ്മയ്ക്ക് അപ്പോഴും വേണമെങ്കിൽ അതിർത്തി വരാം, എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം. ഈ ഭഗവാനോട് തന്നെ പറയാം, ഉണ്ണി എന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് ദ്വാരക കാണിക്കൂ, എന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് ഇവിടം കാണിക്കൂ. ഞാൻ ഈ വൃന്ദാവനത്തിലും ദ്വാരകയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ചിലപ്പോൾ ആലോചിക്കാറുണ്ടേ, ഈ മഹാഭക്തന്മാരായിരുന്ന പലരും ഈ പറഞ്ഞ പ്രദേശങ്ങളൊന്നും കണ്ടിട്ടില്ല. ഈ വലിയ വലിയ ഭക്തന്മാർ, നമ്മൾ കൊണ്ടാടുന്ന എത്രയോ വലിയ ഭക്തന്മാരൊന്നും ഈ പ്രദേശങ്ങളൊന്നും കണ്ടിട്ടില്ല. കാണുന്ന നമുക്കോ വല്ല ഗുണമുണ്ടോ? നമ്മൾ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടും, ഒരു തൃപ്തി. കഴിഞ്ഞ മാസം കൂടെ പോയിട്ട് വന്നേലൂ എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള, ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ട് വിഷമമൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കൂടപ്പുറപ്പുകൾ വട്ടത്തിൽ ഇരുന്നിട്ട് ആത്മവിമർശനം നടത്തുമ്പോഴാണ് ഭക്തി ശുദ്ധാവുക. അതുകൊണ്ട് ഞാൻ പണ്ട് ഞാൻ നല്ല സുഖിപ്പിച്ചാൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം ഞാൻ മൂർച്ച കൂട്ടി ഇനി മൂർച്ച കൂടുള്ളൂ. പ്രായം കൂടുതോറും മൂർച്ച കൂടും. പിന്നെ നിങ്ങൾ എന്നെ വിളിക്കാണ്ടാവും. അയാൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുത്തി കീറി കളയണമെന്ന് പറയും. അപ്പോൾ ഇനി മൂർച്ച കൂടുകയുള്ളൂ. അപ്പോൾ വളരെ ഈ ഹിപ്പോക്രസിയാണ് നമ്മളെടുത്ത് കളയേണ്ടത്. അമ്മ ചെയ്തത് ഒന്നേ ഉള്ളൂ, ഭഗവാനില്ലാണ്ട് ജീവിക്കാൻ വിസമ്മതിച്ചു. അതുകൊണ്ട് ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഒരു ദേവനെ, നമ്മുടെ ചൊൽപ്പിടിക്ക് നിൽക്കണം, നമ്മുടെ കാര്യമൊക്കെ സാധിച്ചു തരുന്ന ഒരാളെ തിരഞ്ഞെടുക്കലല്ല. നമ്മുടെയൊക്കെ വിചാരം ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ ടു ചൂസ് എ കൺവീനിയൻറ്റ് ഡിവൈനിറ്റി എന്നാണ്. കൺവീനിയൻസ് നോക്കിയിട്ട് എളുപ്പപ്പണി, അധികം ദേഷ്യപ്പെടാത്ത, ഭയങ്കര സൗമ്യനായിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, ദംഷ്ട്രയൊന്നും ഇല്ലാത്ത, പേടിപ്പിക്കാത്ത, അല്ലേ? അതുകൊണ്ട് കൃഷ്ണൻ. അങ്ങവരുടെ ദംഷ്ട്ര എന്താണെന്ന് അത് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. കാലോ ജഗത് ഭക്ഷക എന്ന് പറഞ്ഞിട്ടുള്ള ആളാണത്. അപ്പം ഏകാന്തഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ തിരഞ്ഞെടുക്കലല്ല, മറിച്ച് നമ്മുടെ ഹൃദയം
വേറെ ഒരു അഭയസ്ഥാനത്തിനെയും സ്വീകരിക്കാൻ പോകാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ തയ്യാറാകാത്ത അവസ്ഥയാണ് ഏകാന്തഭക്തി. ഷെൽഫിൽ ഇങ്ങനെ കുറേ ദേവതകൾ ഇരിക്കുന്നു, കാളി ഇരിക്കുന്നു, മുരുകൻ ഇരിക്കുന്നു, ശിവൻ ഇരിക്കുന്നു, കൃഷ്ണൻ ഇരിക്കുന്നു, അങ്ങനെ പലരും ഇരിക്കുന്നു. ഇതിലേറ്റവും നമുക്ക് സേഫായിട്ടുള്ളത് അതല്ല ഏകാന്തഭക്തി, അതല്ല മാമേക ശരണം വ്രജ എന്ന് പറഞ്ഞത്. ഗീത എന്ന് പഠിപ്പിക്കുന്നത് മുഴുവൻ അബദ്ധത്തിലാണ്, പ്രത്യേകിച്ച് ഭക്തിപ്രസ്ഥാനങ്ങൾ. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, കുറൂരമ്മ കൃഷ്ണൻ്റെ അടുത്തേക്കല്ല പോയത്, കൃഷ്ണനെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്ന് നമ്മൾ ഗുരുവായൂരപ്പനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നോ അന്ന് ഏകാന്തഭക്തിയായി, വേറൊന്നും വേണ്ട. ഇതന്നെയാണ് നിരന്തര സ്മരണ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂരപ്പൻ്റെ നിരന്തര സ്മരണ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ഓഡിയോ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, എൻ്റെ യൂട്യൂബ് കിടപ്പുണ്ട് ഇപ്പോഴും. അത് പറയാൻ ശ്രമിച്ചത് തന്നെയാണ്, അതിൻ്റെ ആവർത്തനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചുരക്കോട്ടുകാവിൽ ലളിതോപാഖ്യാനം പറയുമ്പോഴും ഞാനിരുന്ന് ആലോചിക്കുക, ഗുരുവായൂരപ്പ ഇത് തന്നെയല്ലേ മറ്റൊരു രൂപത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. എങ്ങനെ പോയാലും എല്ലാ കൈവഴികളും ഒഴുകി വരുന്നത് ഒറ്റൊന്നിലേക്കാണ്, നമ്മുടെ ആത്മാവിലേക്കാണ്. നമ്മൾ ശിവനെ വിളിച്ചാലും അമ്മയെ വിളിച്ചാലും കൃഷ്ണനെ വിളിച്ചാലും ഏത് രൂപത്തിൽ വിളിച്ചാലും ഒഴുകി വരുന്നത് നമ്മുടെ ആത്മാവിലേക്കാണ്. അവനവൻ്റെ ആത്മാവിനെ തിരിച്ചറിയുക. ആ ആത്മാവിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ വിദ്യയാണ് ആത്മചൈതന്യത്തിനെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് പോകുകയല്ല വേണ്ടത്, ഭഗവാനെ ഇങ്ങോട്ട് കൊണ്ടുവരിക വേണ്ടത് ജീവിതത്തിലേക്ക്. എങ്ങനെ? ഒരിക്കലും വിട്ടുപോകാത്ത വണ്ണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഭഗവാനെ എന്നെ കൈവിടല്ലേ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിക്കരുത്. ഞാൻ നിൻ്റെ കൈ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകണം. ഒരിക്കലും വിടരുത്. മൂപ്പര് കൊടയും എറിയാൻ നോക്കും, പലതും ചെയ്യും, മാന്തും പിച്ചും ഒക്കെ ചെയ്യും. വിടരുത്. ഒരു ഘട്ടം എത്തുമ്പോൾ എടുത്ത് ഒക്കത്ത് വയ്ക്കും. അതാണ് ഏകാന്തഭക്തി. ഭഗവാനെ നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുക. ഭഗവാൻ ഉപേക്ഷിക്കാതിരിക്കലല്ല, ഭഗവാന്റെ ഏറ്റവും വലിയ ഫെയിലിയർ അവിടെയാണ്. ഈശ്വരൻ പരാജയപ്പെടുന്ന ഒരൊറ്റ സ്ഥലത്താണ്. തന്നെ സ്നേഹിക്കുന്ന ആളിൽ നിന്ന് തന്നെ വേർപെടുത്താൻ അദ്ദേഹത്തിന് അറിയില്ല, സാധിക്കില്ല. ഭഗവാനെ ആകെ പരാജയപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. ഒന്ന്, ഭഗവാൻ ഒന്നും മറക്കാനറിയില്ല. നമ്മൾ മനുഷ്യരുടെ ഏറ്റവും വലിയ അനുഗ്രഹം മറവിയാണ്. മറക്കാൻ സാധിക്കണോണ്ട് ആ ദുഃഖങ്ങളിൽ നമ്മൾ രക്ഷപ്പെടണം. ഭഗവാൻ ഒന്നും മറക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന് ഇങ്ങനെ കിടക്കും. ഞാൻ അതിന് എക്സാമ്പിളായിട്ട് നരസിംഹ പറയാറ്. നരസിംഹത്തിനെ ഇപ്പോൾ നമ്മൾ വിളിച്ചാൽ ഭഗവാൻ മറവി ഉണ്ടായിരുന്നെങ്കിൽ ഭഗവാൻ പറയുന്നത്, അന്നല്ലേ അത്, ഞാൻ സാധാരണ വളരെ ശാന്തനാണല്ലോ, അന്നങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ദേഷ്യപ്പെട്ടു പോയതാ, അതുകൊണ്ട് എനിക്കിപ്പോൾ ആ ഭാവമൊന്നുമില്ല എന്നേ പറയുള്ളൂ. പക്ഷെ അതല്ല, നരസിംഹമായി ആ ഭാവം അങ്ങനെ തന്നെയുണ്ട് പ്രപഞ്ചത്തിൽ, പോയിട്ടില്ല. ഇന്നും വിളിച്ചാൽ വരുന്നു. കാരണം എന്താ? ഭഗവാന് മറവിയില്ല. ഉണ്ണിയായ ഭഗവാൻ വിളിച്ചാൽ ഉണ്ണിയായിട്ട് വരുന്നു. ഞാൻ 126 വയസ്സായിട്ട് ശരീരം വിട്ടാളാ, എന്നെയൊക്കെ ചെറിയ കുട്ടിയായിട്ട് കാണാൻ പാടുമോ, ഞാനതൊക്കെ എന്നോ മറന്നു എന്ന് ഭഗവാൻ പറയുന്നില്ലല്ലോ. ഏത് ഭാവത്തിൽ വിളിച്ചോ ആ ഭാവത്തിൽ ഭഗവാൻ വരുന്നു. അതിന് കാരണം എന്താ? ഭഗവാനിൽ മറവിയില്ല. രണ്ടാമത്തെ വിഷയം, തൻ്റെ ഭക്തനിൽ നിന്ന് തന്നെ വേർപെടുത്താൻ ഭഗവാൻ അശക്തനാണ്. ഭക്തന് ഭഗവാനെ വേണമെങ്കിൽ കളയാൻ പറ്റും. എനിക്ക് വെറുപ്പാണ്, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഭഗവാന് നമ്മളെ കളയാൻ സാധിക്കില്ല. ആ വിദ്യ മനസ്സിലാക്കിയിരുന്നു ഈ ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇല്ലത്തിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ജീവിച്ച ആ 12 വയസ്സുള്ള പെൺകുട്ടി. അവിടെയാണ് ഇന്ന് ഈ ക്ഷേത്രം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രഭൂമിയിൽ ഇരുന്നിട്ട് ഇത് പറയുന്നതിൻ്റെ മാഹാത്മ്യം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും ഏകാന്തതയും ഭയവും അസ്ഥിരതയും ഒക്കെയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താ, നമ്മളൊക്കെ ബന്ധുക്കളുണ്ട്, നമ്മുടെ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരാലും ചുറ്റപ്പെട്ടിട്ടുണ്ട്. നിരന്തരം നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മക്കൾ ദൂരെയാണെങ്കിലും പണ്ടത്തെ മാതിരി കത്തൊന്നും എഴുതി വരേണ്ട ആവശ്യമൊന്നുമില്ല. വീഡിയോ എടുക്കണു, വിളിക്കണു, നമ്മൾ സംസാരിക്കണു, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു കുട്ടി തൊട്ടിട്ട് ഒരു മുതിർന്ന ആൾ വരെയും ഉള്ളിൻ്റെ ഉള്ളിലൊരു അസ്ഥിരത അനുഭവിക്കുന്നുണ്ട്. ചുറ്റും എത്ര ആൾക്കാരുണ്ടായാലും വിട്ടുമാറാത്തൊരു ഏകാന്തത നമ്മളെ വേട്ടയാടുന്നുണ്ട്. സത്യമല്ലേ? ഉള്ളിൻ്റെ ഉള്ളിൽ നിറവ് എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്നില്ല. വാസ്തവത്തിൽ ഈ ഏകാന്തത എന്ന് പറയുന്നത് കൂട്ടിന് ആളില്ലാത്തതിൻ്റെ അല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്താൻ നമുക്കൊരു കേന്ദ്രമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നമുക്ക് പിടിച്ച് കെട്ടാൻ പറ്റിയിട്ടില്ല ഒരു പോയിന്റിൽ.
ഇപ്പോൾ കൃഷ്ണായനം 3ഉം 4ഉം ഭാഗങ്ങൾ പുറത്തു വരും. ചെന്നൈയിൽ നടന്നത് എങ്ങനെ ഇത് കെട്ടണം എന്നതിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കതിനുള്ള സമയമില്ല. ഇപ്പോൾ വരണ അടുത്ത ആഴ്ചയായിട്ട് അത് അപ്ലോഡാകുമായിരിക്കും. 1ഉം 2ഉം ഭാഗങ്ങളിൽ സാക്ഷിഭാവം എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പോൾ 3ഉം 4ലും ഈ മനസ്സിനെങ്ങനെ കേന്ദ്രമുണ്ടാക്കണം. നമ്മുടെ സന്തോഷത്തിൻ്റെയും നമ്മുടെ ദുഃഖത്തിൻ്റെയും കാരണങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പുറത്താണെങ്കിൽ നമ്മൾ സങ്കടപ്പെടുകയുള്ളൂ. മറ്റൊരാളുണ്ടെങ്കിലേ സന്തോഷമുള്ളൂ, ഇന്നിന്ന സാഹചര്യങ്ങളുണ്ടെങ്കിലേ സന്തോഷമുള്ളൂ, ഈ ജോലി ഉണ്ടെങ്കിലേ സന്തോഷമുള്ളൂ, ഇന്ന സ്ഥലത്ത് ജീവിച്ചാലേ സന്തോഷമുള്ളൂ, ഈ അമ്പലത്തിൽ തൊഴുതാലേ സന്തോഷമുള്ളൂ. നോക്കൂ, ഇത് മുഴുവൻ പുറത്താണ് നമ്മുടെ. ഇതിലേതെങ്കിലും ഒന്നിനെ പ്രകൃതി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആടിപ്പോയി, നമ്മുടെ സകലതും തകർന്നവരായി. നേരെ മറിച്ച് സന്തോഷത്തിൻ്റെ കേന്ദ്രം അകത്താണെങ്കിലോ എന്തു പുറത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു കഴിഞ്ഞാലും നമ്മളെ അത് ബാധിക്കില്ല. ആ കേന്ദ്രത്തിൻ്റെ പേരാ ഭഗവാൻ. അതുണ്ടാക്കുക വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആശ്രയമാണ് തോന്നുന്നതൊക്കെ ഏത് നിമിഷം വേണമെങ്കിൽ മാറി മറിയാം എന്നുള്ളത് നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. അതുകൊണ്ടാണ് എപ്പോഴും ഉള്ളിലൊരു എരിച്ചിലും കാളലും വരുന്നത്, ഒരു പേടി. കാരണം നമുക്കറിയാം ഇതൊന്നും ശാശ്വതമല്ല, ഏതെങ്കിലും ഒരു ദിവസം പോവും, ഏതെങ്കിലും ദിവസം ഇതൊക്കെ പൊളിഞ്ഞു വീഴും എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ആ അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം ആത്യന്തികമായിട്ട് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ആധ്യാത്മികമായിട്ടുള്ളൊരു തീയുണ്ട്, ഒരു ജ്വാലയുണ്ട്. പക്ഷെ അതിനെ ഉൾക്കൊള്ളുന്ന രീതി വ്യത്യാസമുണ്ട്. ചിലവർക്കത് ശാന്തതയുണ്ടാക്കും, അഹങ്കാരത്തെ നശിപ്പിച്ചു കളയും. ചിലർക്കത് പടപടപ്പും കൂടുതൽ വെട്ടിപ്പിടിക്കാനും കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം എൻജോയ്മെൻ്റ് എടുക്കാനും ഒക്കെയാണ് തോന്നുന്നത് അവർക്ക്. രണ്ടു കൂട്ടരിലും വർക്ക് ചെയ്യുന്നത് ഒരേ തത്വം തന്നെയാണ്, പക്ഷെ ബിഹേവ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണെന്ന് മാത്രം. ഇവിടെ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ബന്ധങ്ങൾ മാറുന്നുണ്ട്, ആരോഗ്യം നശിക്കുന്നുണ്ട്, സമ്പത്തില്ലാണ്ടാവുന്നുണ്ട്. ഈ യാഥാർത്ഥ്യമൊക്കെ ഉപബോധ മനസ്സിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എന്നാലും നമ്മൾ പുറമെ വലിയ സന്തോഷം അഭിനയിക്കും, അകത്ത് ഒരു ഉത്കണ്ഠ ഉണ്ടാവുകയും ചെയ്യും. എപ്പോഴും എത്ര സന്തോഷമാണെങ്കിലും ഉള്ളിലൊരു ചെറിയ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടാവും. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആൾക്കറിയും ഇതിങ്ങനെയല്ല, ഇത് ശാശ്വതമല്ല എന്ന് നന്നായിട്ടറിയും. അതുകൊണ്ട് മനസ്സ് അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ആ ഉത്കണ്ഠയെ മറികടക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങളെ മാറി മാറി ആശ്രയിക്കും. ഇടയ്ക്ക് ഫോൺ നോക്കും, ഇടയ്ക്ക് അത് ചെയ്യും, ഇടയ്ക്ക് ഇത് ചെയ്യും. മനസ്സിനെ ഓക്യുപ്പൈ ചെയ്ത് നിർത്തും. ദുഃഖമുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ എങ്ങനെ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ചാൽ എന്താ അവർ പറഞ്ഞ സ്ഥിരം വാക്കണം, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്നെ തന്നെ ഒന്ന് ഓക്യുപ്പൈ ചെയ്ത് നിർത്താൻ നോക്കുകയാണെന്ന് പറയും. ഇതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുമോ? രക്ഷപ്പെടില്ല. ഇന്നൊരാളെ അല്ലെങ്കിൽ മറ്റൊരാളെ, നാളെ ഇന്നൊരു സാഹചര്യം അല്ലെങ്കിൽ നാളെ മറ്റൊരു സാഹചര്യം. ഇന്നിപ്പോൾ ഷോപ്പിങ്ങിന് പോയി, എത്ര ദിവസം നിങ്ങൾ ഷോപ്പിങ്ങിന് പോകും? എത്ര ദിവസം നിങ്ങളൊരു ബന്ധുവീട്ടിൽ പോയി താമസിക്കും? എത്ര ദിവസം നിങ്ങൾ സുഹൃത്തിനെ കാണും? എത്ര ദിവസം നിങ്ങൾ ജോലിയിൽ തലകുത്തി കിടന്ന് പണിയെടുക്കും ദുഃഖം മറക്കാൻ? എത്ര ദിവസം നിങ്ങൾ കിടന്ന് കരയും? എത്ര ദിവസം നിങ്ങൾ ഒരു അമ്പലത്തിൽ പോയിട്ടിരിക്കും? ക്ഷേത്ര ദർശനം പോലും ഇന്ന് നമുക്ക് ഈ ഭയത്തിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന താൽക്കാലിക വിദ്യയായി മാറി. മെയ് 9 ഗുരുവായൂർ വരും. ഗുരുവായൂരപ്പൻ്റെ ദർശനം എന്ന് പറഞ്ഞിട്ടുള്ള വിഷയമാണ് രുക്മിണി കല്യാണത്തിൽ. ഞാൻ 8 കൊല്ലത്തിന് ശേഷം പൈതൃകത്തിൽ വീണ്ടും പ്രഭാഷണം, എൻ്റെ 1ാമത്തെ പ്രഭാഷണം അവിടെയായിരുന്നു. അതിൻ്റെ വിഷയം ഗുരുവായൂരപ്പനെ എങ്ങനെ കാണണം എന്നാണ്, ഗുരുവായൂരപ്പൻ്റെ ദർശനം എന്നാണ്. അവിടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പൊള്ളി പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ തൊഴരുതെന്ന് പഠിക്കാം. ഭഗവാൻ നമുക്ക് ഓരോ നിമിഷവും അത് കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ കണ്ടാലും കാണാത്ത മാതിരിയാണ് പോവുക. എന്നെ ഇങ്ങനെ തൊഴല്ലേ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് വിജയത്തിനെയോ അംഗീകാരങ്ങളെയോ അപ്രീസിയേഷനെയോ ചിലർ പറയും എനിക്കൊരു നല്ല വാക്ക് കേട്ടാൽ മതിയെന്ന്. അതിനു വേണ്ടിയിട്ടോ തേടി അലയുകയാണ്. ഇങ്ങനെ സ്നേഹം തേടി, അംഗീകാരം തേടി, ആശ്വാസം തേടി ഈ അലച്ചിലാണ്. അതുകൊണ്ടെന്താ, മനസ്സിനൊരിക്കലും വിശ്രമില്ല. മനസ്സ് വിശ്രമിക്കുന്നില്ല, മനസ്സ് ടയേർഡാവും. ഇങ്ങനെ ജന്മങ്ങളുടെ ക്ഷീണമാണ് നമ്മൾ ഓരോരുത്തരുടെ അകത്തും. നമ്മൾ വിചാരിക്കുന്നു ഈ ജന്മത്തിൻ്റെ ക്ഷീണമാണ്, ജന്മങ്ങളുടെ ക്ഷീണമാണ്. ആ ക്ഷീണം മറയ്ക്കാനാണ് ഇടയ്ക്കൊന്നും മരിക്കണത്. ഇടയ്ക്കൊന്നും മരിക്കുമ്പോൾ ഒരു വിശ്രമം കിട്ടും, വീണ്ടും ഒരു ശരീരം എടുക്കും, വീണ്ടും കളന്ന് പണിയെടുക്കും. നോക്കൂ, എത്രയോ 1000 ജന്മങ്ങളുടെ ക്ഷീണം നമ്മുടെ കത്തിരിപ്പുണ്ട്. ചില നേരങ്ങളിൽ എന്ത് നിറവുണ്ടെങ്കിൽ പോലും നമ്മൾ ഡൗണായി പോകുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇതിനൊക്കെ എന്താ മോചനമില്ലേ? മനുഷ്യൻ ഇങ്ങനെ ജീവിച്ച് മരിക്കണോ? അല്ല. ആചാര്യന്മാർ പറയുന്നുണ്ട്, ധർമ്മം പറയുന്നുണ്ട്. എന്താ പറഞ്ഞു തന്നിരിക്കുന്നത്? ശരിക്കുള്ള പ്രശ്നം പുറത്തല്ല, അതകത്താണ്. കാരണം മനസ്സിന് ശാശ്വതമായിട്ട് വിശ്രമിക്കാൻ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. എല്ലാം ഉണ്ട്,
ഇപ്പോൾ ഒരു വലിയ ബംഗ്ലാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരാൾ, അയാൾക്ക് കിടന്നുറങ്ങാൻ സമാനമായിട്ട് കിടക്കാൻ വീട്ടിലുള്ളൊരു സ്ഥലമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക അയാളുടെ അവസ്ഥ എന്താണെന്ന്. ഈ അവസ്ഥയാണ് നമ്മുടെയൊക്കെ. നമുക്ക് സകലതുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിനെ ഒന്ന് കിടത്തി ഉറക്കാൻ നമുക്കൊരു സ്ഥലമില്ല. ആ സ്ഥലം കണ്ടെത്തലാണ് ഏകാന്ത ഭക്തി. അതിനാണ് ഞാനിത് പറഞ്ഞത്. ഇത് വെറുതെ ഭക്തിയുടെ കുറേ മഹിമ പറഞ്ഞിട്ട് കണ്ണീര് വാർക്കാനുള്ളതല്ല. ജീവിതത്തിലേക്ക് നോക്കൂ, ഇതുകൊണ്ട് എന്തുപകാരം ഉണ്ടാവണം. ഇന്ന് ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നാളെ ഇതിൻ്റെ റെക്കോർഡിങ് കേൾക്കണവർ ഒരാളുടെയെങ്കിലും ലൈഫിലൊരു മാറ്റം ഉണ്ടായാൽ, ഞാൻ ഇന്ന് ഈ കുറൂരമ്മയുടെ ഇവിടെ വന്നിരുന്നിട്ട് ഭഗവാന്റെ കാലിലിരുന്ന് ഈ പറഞ്ഞതിന് ഒരർത്ഥമുണ്ടോ? ബന്ധങ്ങൾക്ക് എന്തുകൊണ്ടാണ് ശാശ്വതമായിട്ടുള്ള സുരക്ഷ നൽകാൻ കഴിയാത്തത്? ബന്ധങ്ങൾ മനോഹരമാണ്, പവിത്രമാണ്, ഒക്കെ സത്യമാണ്. പക്ഷെ അതിനൊരിക്കലും പൂർണ്ണ സുരക്ഷ നൽകാൻ സാധിക്കില്ല. ബിക്കോസ് ദേ ആർ നോട്ട് ഡിസൈൻഡ്. അതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല. ബന്ധങ്ങൾ ഉണ്ടാവാനും നിലനിൽക്കാനും അതേപോലെ ഇല്ലാണ്ടാവാനും വേണ്ടിയിട്ടാണ് പ്രപഞ്ചത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കുകയും നശിക്കുകയും ചെയ്യും. നശിക്കാണ്ടിരിക്കണമെങ്കിൽ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം. കാരണം ഓരോ മനുഷ്യനും വൈകാരികമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊച്ചുകുട്ടികളായിരുന്ന കാലത്തെ മനസ്സല്ല നമ്മുടെ കൗമാരകാലത്ത് മനസ്സല്ല നമ്മൾ അവിവാഹിതരായിട്ടുള്ള നമ്മുടെ യൗവനകാലത്ത്. വിവാഹം കഴിഞ്ഞാൽ വേറൊന്നാവും. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ കുടുംബത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറും, പലതരത്തിലും മാറും. പണ്ട് ചക്കരയും ഈച്ചയുമാരി നടന്നിരുന്ന കൂടപ്പറപ്പുകൾ കല്യാണം കഴിഞ്ഞാൽ കീരിയും പാമ്പിനിയുമാരി ആവണം കണ്ടിട്ടില്ലേ? ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ, അപ്പോൾ നമുക്ക് മനസ്സിലാവും വൈകാരികമായിട്ട് മാറണം. എന്തിന് ഇന്നലത്തെ ആളല്ല നമ്മളിന്ന്. ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. ഇപ്പം ഇന്നലെ തന്നെ കുറേ പേര് വിചാരിച്ചിട്ടുണ്ട് നാളെ കുറൂര് ശരത്തിൻ്റെ പ്രഭാഷണമുണ്ട്, പോകണം. ഇന്ന് രാവിലെ ആകുമ്പോഴും പോകണം എന്നായിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ എന്തിന് വെറുതെ, എന്തായാലും യൂട്യൂബിൽ വരുമല്ലോ. അപ്പോൾ ഇന്നലെ പോകണമെന്ന് തീരുമാനിച്ച ആളാരാ? ഇന്ന് രാവിലെ അതിനെ പിന്താങ്ങിയ ആളാരാ? ഇന്ന് വൈകുന്നേരം പോകണ്ടെന്ന് പറഞ്ഞ ആളാരാ? ഇത് നാളെ റിഗ്രറ്റ് ചെയ്യും. ഞാനിപ്പോൾ അനൗൺസ് ചെയ്യണം, ഈ പ്രഭാഷണം യൂട്യൂബിൽ വരില്ല. അതോടുകൂടിയിട്ട് മനസ്സങ്ങോട്ട് തകർന്നു. അതാരുടെയാണ് തകർന്നത്? പോകണ്ട എന്ന് തീരുമാനിച്ച ആളെ സ്വയം പഴിച്ച് കുറ്റപ്പെടുത്തുക. അപ്പം നമ്മുടെ ഉള്ളിൽ എത്ര പേരാ ഇങ്ങനെ അവനവനെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത നമ്മളാണ് മറ്റുള്ളവരെ വിശ്വാസം പഠിപ്പിക്കാനും വിശ്വസിപ്പിക്കാനും നടക്കുന്നത്. നമുക്ക് നമ്മളെപ്പോലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് സ്ഥിതി. മാനസികമായിട്ടുള്ള പരിമിതികളുള്ളവരാ. ചിലവർക്ക് ഒരു കാര്യം പറഞ്ഞാൽ അപ്പം മനസ്സിലാവും, അല്ലെങ്കിൽ ഭയങ്കര ഭാവനയായിരിക്കും. ചില വ്യക്തികൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവും. അതവരുടെ കുറ്റമല്ല, അവരുടെ മെയ്ക്ക് അതാണ്. പ്രപഞ്ചം ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അവനവൻ്റെ കർമ്മഫലങ്ങളും ജീവിത സാഹചര്യങ്ങളും എല്ലാവർക്കും വെവ്വേറെയാണ്. ഒരു വീട്ടിലെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കർമ്മങ്ങൾ ഇൻ്റർലിങ്ക്ഡ് ആയിരിക്കും, തമ്മിൽ ബന്ധം ഉണ്ടാവും. പക്ഷെ രണ്ടുപേരുടെയും വ്യത്യസ്തമായിട്ടുള്ള കർമ്മഫലങ്ങളാണ്. അവർ പ്രസവിക്കുന്ന മക്കൾ എൻ്റെ കുട്ടികളാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ കർമ്മഫലം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലാവണം നിർബന്ധമില്ല. നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? നിങ്ങളുടെ വയറിൽ അവർ ഉരുവപ്പെടുന്നതിന് മുൻപ് അവരെന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ള ജന്മങ്ങൾ മുമ്പുണ്ടായിരുന്നു? നമുക്കൊരു പരിചയമില്ല. നിങ്ങളുടെ 20 വയസ്സിന് മുമ്പോ 22 വയസ്സിന് മുമ്പോ ഈ കുട്ടികളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞാൻ ചോദിക്കാറുണ്ട് സാധാരണ ചില പ്രഭാഷണങ്ങളിൽ, സമയത്തിൻ്റെ ഒരു രഥത്തിൽ കയറിയിട്ട്, ടൈം മെഷീനിൽ കയറിയിട്ട് ഈ കുട്ടി നമ്മുടെ ചെറുപ്പകാലത്തേക്ക് വന്നാൽ നമുക്കന്നൊരു 15 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സ്, അച്ഛാ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വല്ല പൂവാലിനാണെന്ന് പറഞ്ഞിട്ട് ഓടിക്കും സ്വന്തം മകനെ. നമുക്ക് തിരിച്ചറിയില്ല. അത്രയും അനന്തവിശാല സാധ്യതകളാണ് ഈ പ്രപഞ്ചത്തിൽ. അപ്പം നമ്മുടെ ഇന്ന് സ്വന്തം എന്ന് പറഞ്ഞവരെയൊക്കെ കണ്ടു തുടങ്ങിയ ഒരു കാലമുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ട്, കാണാണ്ടാവുന്നൊരു കാലവും വരും. പക്ഷെ ഇതൊക്കെ പോയാലും മാറാതെ നിൽക്കുന്ന ഒന്നുണ്ട്. അതിന് ഗീതയുടെ 2ാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ ജലത്തിന് അലിയിപ്പിക്കാൻ പറ്റില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല, ആയുധങ്ങൾക്ക് മുറിപ്പെടുത്താൻ പറ്റില്ല. അല്ലേ? നൈനം ഛിദ്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദ്യ എന്താപോ ന ശോഷയതി മാരുത. മനോഹരമായിട്ടുള്ള ശ്ലോക. ഏതാ? നമ്മുടെ അകത്തന്നെ ആയിരിക്കണം, നമ്മൾ തന്നെയാണത്. നമ്മുടെ യഥാർത്ഥ ബോധം അഥവാ ആത്മാവ്. ആ ബോധത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആത്മാവ്. അതുകൊണ്ട് ഏറ്റവും സ്നേഹമുള്ള ഒരാൾക്ക് പോലും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകാനോ എപ്പോഴും നമ്മളെ മനസ്സിലാക്കാനോ കഴിയില്ല. പരിമിതിയുള്ളൊരു മനുഷ്യനിൽ നിന്ന് പരിധികളില്ലാത്ത സുരക്ഷ പ്രതീക്ഷിക്കുന്നതാണ് നമ്മുടെ ജീവിതങ്ങളിലെ മുഴുവൻ ദുഃഖത്തിൻ്റെ കാരണം. പരിമിതിയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പരിധിയില്ലാത്ത സുരക്ഷ പ്രതീക്ഷിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളുടെയും കാരണം. ഇത് മനസ്സിലാക്കിയാൽ മതി. എക്സ്പെക്റ്റേഷൻസാണ്, പ്രതീക്ഷകൾ.
പ്രതീക്ഷ തകരുമ്പോഴാണ് വിവാഹ ബന്ധങ്ങൾ മോശമാവണത്, സുഹൃത്ത് ബന്ധങ്ങൾ മോശമാവണത്, ജോലി സ്ഥലത്തെ ബന്ധങ്ങൾ മോശമാവണത്. എല്ലാം വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ വാക്കാം. ആരാ വിചാരിക്കാൻ പറഞ്ഞു? അസംഷൻസ് എന്ന് പറയും, നമ്മുടെ ഊഹങ്ങളാണ് ഇത് മുഴുവൻ. പ്രപഞ്ചം നമ്മളോട് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ആ സാഹചര്യം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, ഇതൊരു വശത്ത് അങ്ങനെ തകരാം. അതല്ലെങ്കിൽ ആ ബന്ധത്തിന് താങ്ങാൻ കഴിയാത്തത്ര സമ്മർദ്ദം, ഉത്തരവാദിത്തങ്ങൾ കൂടുക, എത്ര സ്നേഹിച്ചാലും സ്നേഹം പ്രകടിപ്പിക്കണില്ല എന്നുള്ള പരാതികൾ, ഇതിൻ്റെ പ്രഷർ, ഒന്നുമില്ലെങ്കിൽ ഈ സമ്മർദ്ദം, അല്ലെങ്കിൽ അപ്പുറത്ത് നഷ്ടപ്പെടുമെന്നുള്ള ഭയം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ പുറത്തൊരു വസ്തുവിൽ കൊണ്ടുപോയിട്ട് സന്തോഷത്തിന് കാരണമാക്കി വെച്ചാൽ നമ്മൾ അനുഭവിക്കും. ദുഃഖം അനുഭവിക്കും, സുഖം അനുഭവിക്കും. സുഖം മാത്രമേ ഞാൻ അനുഭവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദുഃഖവും അതിൻ്റെ ഒപ്പം തന്നെ കയറി വരും. ആശ്രിതത്വം അമിതമായ പ്രതീക്ഷയുണ്ടാക്കും. പ്രതീക്ഷകൾ നിരാശയിലേക്ക് കൊണ്ടുപോകും, മാനസികമായിട്ടുള്ള അകൽച്ചയിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണ് ഏറ്റവും നല്ല ബന്ധങ്ങൾ ഉള്ള ആൾക്കാർക്ക് പോലും ഉള്ളിൽ കുറച്ച് കാലം കഴിയുമ്പോൾ താൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നതിൻ്റെ കാരണം. അല്ലാണ്ട് മക്കൾ ദൂരെ ജോലി സ്ഥലത്ത് പോയതുകൊണ്ട് മാത്രമൊന്നുമല്ല. ഏകാന്തത എന്ന് പറയുന്ന ഒറ്റപ്പെടൽ, ഞാൻ ഈ കഴിഞ്ഞ ഒരു പ്രഭാഷണം ഈ അടുത്ത കാലത്ത് ഞാൻ ചെയ്തിരുന്നു. ഒറ്റപ്പെടലിന് എങ്ങനെ കരുത്താക്കാം എന്ന് ഗുരുവായൂരപ്പൻ പഠിപ്പിച്ചായിരുന്നു. അമേരിക്കയിലെ 18 സ്റ്റെപ്സിൻ്റെ നമ്മുടെ തന്നെ ചാനലിൻ്റെ അവിടുത്തെ ഓർഗനൈസേഷന് വേണ്ടി ചെയ്തൊരു ലൈവ് യൂട്യൂബ് കിടപ്പുണ്ട്. ഒറ്റപ്പെടലിനെ എങ്ങനെ ഈശ്വര സമർപ്പിതമായിട്ടുള്ള ഏകാന്തതയാക്കാം, ലോൺലിനെസ്സിനെ എങ്ങനെ സോളിറ്റ്യൂഡാക്കാം എന്ന് പറഞ്ഞ പ്രഭാഷണമായിരുന്നു. അതിൻ്റെ എസൻസ് കിടക്കുന്നത് ഈ ഏകാന്ത ഭക്തിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ബന്ധങ്ങൾക്ക് നമ്മളെ പിന്തുണയ്ക്കാമൊക്കെ സത്യമാണ്. പക്ഷെ നമ്മുടെ നിലനിൽപ്പിനെ പൂർണ്ണമായിട്ട് താങ്ങി നിർത്താൻ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്ക് പോലും സാധിക്കില്ല. അതിന് ഏറ്റവും ആഴത്തിലുള്ള ഒന്ന് വേണം, അകത്തുള്ള ഒന്ന് വേണം. അതിന് മാത്രമേ നമ്മളെ എടുത്തുയർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞത് ഉദ്ധരേത് ആത്മനാത്മാനം, അവനവനെ കൊണ്ടേ അവനവനെ പൊക്കാൻ പറ്റുള്ളൂ അർജുന. ഞാനീ പുറത്തു എന്ന് പറഞ്ഞാൽ പോലും മതിയാവില്ല, നീ തന്നെ നിന്നെ പൊക്കണം. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. വേറെ ആർക്കും നമ്മളെ ഉയർത്താൻ പറ്റില്ല. ഒരു മന്ത്രത്തിനോ ഒരു ഹോമത്തിനോ ഒരു ക്ഷേത്രത്തിലെ വഴിപാടിനോ അത് സാധിക്കില്ല. അതുകൊണ്ട് മനസ്സിന് ശാശ്വതമായിട്ടുള്ളൊരു കേന്ദ്രം വേണം, ആങ്കർ എന്ന് പറയും, നങ്കൂരം വേണം. പലയിടങ്ങളിൽ താങ്ങി നിൽക്കാൻ സാധിക്കില്ല. ഇടയ്ക്ക് ഇവിടെ, ഇടയ്ക്ക് അവിടെ, ഇടയ്ക്ക് അവിടെ, ഇടയ്ക്ക് അവിടെ നടക്കില്ല. മാറ്റമില്ലാത്ത ഒരുറവിടമാണ് അത് തേടിക്കൊണ്ടിരിക്കുന്നത്. ശരീരത്തിന് ഭൂമിയുടെ ഗുരുത്വാകർഷണം എങ്ങനെയാണ്, നമ്മളെങ്ങനെ ഇവിടെ നിൽക്കുന്നത്? ഭൂമി വലിച്ചു നിർത്തുക. അതുകൊണ്ടല്ലേ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ പറന്നു നടക്കണ്ടാവും. ഇങ്ങനെ കടന്നിട്ടായിരിക്കും പ്രഭാഷണം പറഞ്ഞത്, അല്ലേ? ആലോചിച്ച് നോക്കുമോ? ആ അമ്മ നമ്മളെ വലിച്ചു നിർത്തിക്കൊണ്ടിരിക്കണോണ്ടല്ലേ. വടക്ക് നോക്കി യന്ത്രം, കോമ്പസ്, മാരിനേഴ്സ് കോമ്പസിന് കാന്തശക്തി എങ്ങനെയാണ്? ഒരു കപ്പലിന് ആകാശത്തിൽ കാണുന്ന ധ്രുവനക്ഷത്രം പഴയ കാലത്ത് എങ്ങനെയാണ്? അതേപോലെ മനസ്സിനും ഒരിക്കലും ഇളകാത്ത ഒരു ദിശാബോധം, ഒരു കേന്ദ്രം, ഒരു പോയിന്റ് വേണം. ആ പോയിന്റ് അന്വേഷിക്കുന്നു. ആശ്രയം മാറിക്കൊണ്ടിരുന്നാൽ നമ്മൾ പുറത്തുള്ള ആൾക്കാരിലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ചിന്തകളും മാറും, വികാരങ്ങളും മാറും, ജീവിതം നശിച്ചു പോവും. ഇതേപോലെ തന്നെ നാനാവിധം അമ്പലങ്ങളും നാനാവിധം ദേവതകളുമായിട്ട് നടക്കുമ്പോൾ അതിനെ വ്യഭിചാരി ഭക്തി എന്ന് പറയും. അതിനെ പറഞ്ഞ പേരാണ് വ്യഭിചാരി ഭക്തി. എന്നെ കൂടുതൽ വിസ്തരിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഉറച്ചൊരു കേന്ദ്രമുണ്ടെങ്കിൽ മനസ്സ് ശാന്താകും, ഭയം കുറയും, നമ്മുടെ ഇമോഷണൽ എനർജി, വൈകാരികമായിട്ടുള്ള ഊർജം ചിട്ടയാവും, നമ്മൾ ഡ്രെയിനായിട്ട് തോന്നില്ല. ഭക്തിയുടെ ഭാഷയിൽ ആ കേന്ദ്രത്തിനെ വിളിക്കുന്ന പേരാണ് ഭഗവാൻ. വേദാന്തത്തിൻ്റെ ഭാഷയിൽ ആ കേന്ദ്രത്തിനെ ആത്മാവ് എന്ന് പറയും. അത് വെറും ആശയമൊന്നുമല്ല, ഒരു ഐഡിയ അല്ല. ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു സങ്കല്പം. നമ്മുടെ നാട്ടിലെ എല്ലാ ഭക്തിയുടെ ഈവൺ അമ്പലങ്ങളുടെ നോട്ടീസ് എഴുതുമ്പോൾ പോലും ഈ അസംബന്ധം എഴുതി വയ്ക്കും. ഇവിടെയാണ് കുറൂരമ്മ ഉണ്ണിക്കണ്ണനോടൊപ്പം ജീവിച്ചിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നൊരു വാക്ക്. അതിൽ തന്നെയുണ്ട് വിശ്വാസമില്ല. അത് ഇവിടെയാണ് ജീവിച്ചിരുന്നത്, ഫുൾ സ്റ്റോപ്പ്, അത്രേ വേണ്ടൂ. എന്തിനാണ് ഈ വിശ്വസിക്കപ്പെടുന്നത്? ഗുരുവായൂരിൽ ഇന്ന വഴിപാട് കഴിച്ചാൽ ഈ ഫലമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എഴുതണ വാക്കാ, നോട്ടീസിൽ എഴുതി വയ്ക്കണതാണ്. അമ്പല കമ്മിറ്റിക്കാർ പോലും എഴുതുന്നു. എന്തിനാണ് അത് എഴുതുന്നത്? കാരണം ബിക്കോസ് വി ആർ നോട്ട് ഷുവർ ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു വർക്ക്. വിശ്വസിക്കപ്പെടുന്നു. ചിലവർക്കാവാം, ചിലർക്കാവില്ല. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ദ്വാരകയിൽ ഭഗവാൻ വെച്ച് പൂജിച്ച വിഗ്രഹമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതും വിശ്വസിക്കപ്പെടുന്നു.
ദ്വാരകയിൽ വെച്ച് പൂജ വിഗ്രഹമാണ്, ഫുൾ സ്റ്റോപ്പാണ്, കഴിഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് സെൻറ്റൻസിൻ്റെ ആവശ്യമില്ല. ഞാൻ പണ്ട് പത്രത്തിൽ വർക്ക് ചെയ്യുന്ന കാലത്തും ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോഴും പരസ്യത്തിൽ വർക്ക് ചെയ്യുമ്പോഴും ഈ അസംഷൻസ് സ്വഭാവമുള്ള, ഈ ഊഹിക്കുന്ന സ്വഭാവമുള്ള സെൻറ്റൻസുകൾ വന്ന് വിട്ട് ആ വെട്ടിപ്പടിച്ചത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനത്തെ വാക്കുകൾ കാണുമ്പോൾ ഒരു ചുവന്ന മഷി എടുത്തിട്ട് അവിടെ അങ്ങോട്ട് വെട്ടണം. അതുകൊണ്ട് ഭഗവാൻ എന്ന് പറയുന്നത് ജീവനുള്ള ഒരു അവലംബമാണ്, ആലംബമാണ്. പല ദൈവങ്ങളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല ഇഷ്ടദേവത എന്നുള്ളത് കൊണ്ട് അർത്ഥാക്കുന്നത്. ഇതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ഇത് കേട്ട് വരുമ്പോൾ ഒരാളെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ചോദിക്കും. അതല്ല പറയണത്. കേൾക്കൂ, ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ഒരു സ്പർദ്ധയും ഇല്ലാണ്ട് ഇന്ന് ഭക്തി പ്രസ്ഥാനങ്ങൾ പറഞ്ഞ മാതിരി ഒരാളെ ശരിയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ രണ്ടാം കട, ഡെമി ഗോഡ്, ഉപദേവൻ, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. ശിവഭക്തൻ കൃഷ്ണനെ കണ്ടാലും മഹാദേവാന്ന് വിളിക്കും. വിഷ്ണുഭക്തൻ മഹാദേവനെ കണ്ടാലും നാരായണാന്നേ വിളിക്കൂ. മുരുകൻ്റെ ഭക്തൻ ഇവരെ രണ്ടുപേരെയും കണ്ടാലും മുരുകാന്നേ പറയുള്ളൂ. അമ്മയുടെ ഭക്തൻ ഈ പുരുഷാകൃതിയിൽ നിൽക്കുന്ന ദേവതകളെ കണ്ടാലും അമ്മയെന്നേ വിളിക്കുള്ളൂ. താൻ ഏതിലാണോ മനസ്സുറപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ് സമസ്ത പ്രപഞ്ചവും ചിന്തിക്കുന്നവിടെയാണ് രക്ഷപ്പെടുള്ളൂ. അല്ലെങ്കിൽ രക്ഷപ്പെടില്ല. ഇതൊരു ഭക്തൻ്റെ കാര്യമാണ് പറഞ്ഞത്. തന്ത്രത്തിൽ നടക്കില്ല. പൂജിക്കുമ്പോൾ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് കൊടുക്കേണ്ട പൂജ അതാത് ദേവതയ്ക്ക് തന്നെയാണ്. തന്ത്രവും ഭക്തിയും വേദാന്തവും കൂടെ കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു അവിയൽ പരുവത്തിലാണ് ഇന്നിവിടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആൾക്കാർ സംസാരിക്കുന്നത്. മൂന്ന് കൈവഴികളാണ്. വ്യക്തിയായി കാണേണ്ട സ്ഥലത്ത് വ്യക്തിയായി തന്നെ കാണണം. ഭക്തിയിൽ അങ്ങനെയല്ല. ഭക്തിയിൽ ഒരു ഐഡൻറ്റിറ്റി പിടിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും അത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. നിങ്ങൾ അമ്മയെ കണ്ടാൽ അതും ഗുരുവായൂരപ്പനാണ്. അതാരോടും കൊട്ടിഘോഷിക്കണ്ട. ഞാനൊക്കെ ഗുരുവായൂരപ്പാന്നേ കാണുള്ളൂ, അതൊന്നും പറയണ്ട. അവിടെ ചെല്ലുക, അവിടുത്തെ കുംഭപ്രസാദം മേടിക്കുക. അവിടെ നിങ്ങൾ ശത്രുസംഹാര പുഷ്പാഞ്ജലിക്ക് കൊടുക്കുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണെന്നുള്ള സങ്കല്പം. നിങ്ങൾ കൊടുങ്ങല്ലൂർ പോയാലും നിങ്ങൾ ഗുരുവായൂരപ്പനെ കാണുള്ളൂ. കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭക്തൻ ഗുരുവായൂർ പോലുള്ളൊരു ശാന്ത സ്ഥലത്ത് വന്നാലും കൊടുങ്ങല്ലൂരമ്മയെ ശ്രീകോവിലിൽ കാണുള്ളൂ. അത് അനുഭവത്തിൽ വരും. അതുകൊണ്ട് പല ദേവതകളെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഷെൽഫിൽ വെച്ചിട്ട് നമുക്ക് പറ്റിയ ഏറ്റവും സേഫസ്റ്റായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും പ്രതികാരം ഉണ്ടെങ്കിൽ എന്നാൽ കുറച്ച് രൗദ്രത ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഉഗ്ര, സൗമ്യ, ശാന്ത ഈ 3 ഭാവങ്ങളും എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല ആർക്കും. അത് മറ്റൊരു സ്ഥലത്ത് പറയാം. ഇപ്പോൾ വരണ്ട് ഒരു സ്ഥലത്ത്, അവിടെ വിസ്തരിച്ച് പറയാം. എന്താണ് ഉഗ്രം, എന്താണ് സൗമ്യം, എന്താണ് ശാന്തം, എന്തിനാണ് ചിലവർക്ക് ഉഗ്രദേവതകളോട് ഇഷ്ടം, എന്തുകൊണ്ട് ചിലർക്ക് സൗമ്യദേവതകൾ വർക്കാവണു, എന്തുകൊണ്ട് ചിലർക്ക് ശാന്തദേവതകൾ വർക്കാവണു, എന്തുകൊണ്ടാണ് ചില സ്ഥലത്ത് കാളി ഉഗ്രയായിട്ടിരിക്കണം, ചില സ്ഥലത്ത് സൗമ്യമായിട്ടിരിക്കണം, ചിലത്ത് ശാന്തയായിട്ടിരിക്കണത്, ഒരു ഐഡിയ ഇല്ല. ഈ ഐഡിയ നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് സാധാരണക്കാരാണ്. കാരണം നമ്മളാണ് ക്ഷേത്രങ്ങളെ താങ്ങി നിർത്തുന്നത്, നമ്മളാണ് അമ്പലങ്ങളിൽ കാണിക്കയിടുന്നത്, നമ്മളാണ് തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും അവിടെ ആൾക്കൂട്ടമാവുന്നതും അവിടെ ഒരു സദസ്സാവുന്നതും തൊഴാൻ നിൽക്കുന്നതും ദക്ഷിണ ഇടുന്നതും എല്ലാം നമ്മളാണ്. ഗൃഹസ്ഥനാണ്. അതുകൊണ്ട് ഗൃഹസ്ഥനത് അറിയണം. നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളൊന്നും ആവണമെന്ന് നിർബന്ധമില്ല. ഭാരവാഹികൾ ഇവർ സാധാരണക്കാരെക്കാട്ടിലും കൂടുതൽ പഠിക്കണം ഈ വിഷയങ്ങൾ. അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. അവിടെ പറയണത് മുഴുവൻ തൊണ്ട തൊടാണ്ട് വിഴുങ്ങുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. ഭാരവാഹികൾ പഠിക്കണം എന്ന് വെച്ച് വരട്ടുവാദം പറയാനും പാടില്ല. അറിവിൽ അധിഷ്ഠിതമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കണം. കാരണം ഡിക്റ്റേറ്റർഷിപ്പ് എവിടെയും പറഞ്ഞിട്ടില്ല, ഭഗവാൻ അനുവദിച്ചിട്ടുമില്ല ഡിക്റ്റേറ്റർഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് പല ദൈവങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുക്കലല്ല ഇഷ്ടദേവത. മനസ്സിന് ഏറ്റവും ആഴത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു രൂപത്തിനെ സ്വീകരിക്കുക. നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്ത ആളോട് പോലും പറയാൻ മടിക്കുന്ന രഹസ്യങ്ങൾ പോലും ഏതൊരു ദേവതാഭാവത്തിൻ്റെ അടുത്താണോ നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ നമുക്ക് കംഫർട്ട് തോന്നുന്നത്, അതായിരിക്കും നമ്മുടെ ഇഷ്ടദേവത. അങ്ങനെയാണ് ഇഷ്ടദേവത കണ്ടുപിടിക്കേണ്ടത്. ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെയാണ് എൻ്റെ ഇഷ്ടദേവത അറിയുക ചോദിക്കും. അത് നിങ്ങൾ ജ്യോതിഷമൊന്നും നോക്കണ്ട, ആരോടാണോ മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നത് അതാണ് ഇഷ്ടദേവത. നിങ്ങൾക്ക് ഗണപതിയോടാണോ, മൂപ്പര് ഒരു റിയാക്ഷനും തരില്ല, കേട്ടോണ്ടിരിക്കും, നല്ല ചെവിയുണ്ട്, പറയണമൊക്കെ കേൾക്കും. മൂപ്പരിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും, നമ്മൾ പറഞ്ഞത് കേട്ടോണ്ടിരിക്കും, തിരിച്ചിങ്ങോട്ടൊന്നും പറയില്ല. നമുക്ക് അങ്ങനെയാണല്ലോ വേണ്ടത്, ഇങ്ങോട്ടൊന്നും പറയാൻ പാടില്ല ആരും, നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് കേട്ടോണ്ടിരിക്കണം. അതിന് ഗണപതി വളരെ നല്ലതാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. നിങ്ങൾക്ക് ഭഗവാനോടെ പറയാൻ തുടങ്ങി ഗണപതിയാണ് നിങ്ങളുടെ ഇഷ്ടദേവത. അവിടെ പരമാത്മാവ് ഗുണങ്ങൾക്കും രൂപങ്ങൾക്കും അപ്പുറത്തണമെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ സാധാരണ മനസ്സിന് ആ അരൂപിയായിട്ടുള്ള ശക്തിയെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്.
നമുക്കൊരു രൂപവും ഒരു പേരും ഭാവവും ബന്ധവും ഒക്കെ വേണം. അതുകൊണ്ടാണ് സനാതനധർമ്മം നമുക്ക് ആ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്. നമുക്ക് കൃഷ്ണനെയോ മഹാദേവനെയോ അമ്മയോ ശ്രീരാമസ്വാമിയോ ഒക്കെ ഇഷ്ടാനുസരണം സ്വീകരിക്കാം. നമ്മുടെ ഹൃദയം ഏതിലേക്കാണോ സ്വാഭാവികമായിട്ട് ആകർഷിക്കപ്പെടുന്നത്, അതിന് പൂർവ്വജന്മ കാരണങ്ങളും ഉണ്ടാവും. നമ്മൾ പൂർവ്വത്തിൽ ചിലപ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല ആ ദേവതയോട് ഭക്തിയുള്ള ഒരാൾ, നമുക്കുണ്ടാവും. അതിന് കാരണം നമ്മൾ പൂർവ്വത്തിൽ ആ ദേവനെ ഉപാസിച്ചിട്ടുണ്ടാവും. ആ രൂപം അനന്തമായിട്ടുള്ള ശക്തിയിലേക്കുള്ള വാതിലാണെന്ന് മനസ്സിലാക്കാൻ, അല്ലാണ്ട് രൂപമല്ല ലക്ഷ്യം. ഗുരുവായൂർ ശ്രീലകത്തിരിക്കുന്ന മഹാവിഗ്രഹം അത് മഹാവിഗ്രഹമാണ്, ഭഗവാൻ പൂജിച്ചതാണെന്നുള്ള മാഹാത്മ്യം ഇരിക്കെ തന്നെ നക്കീരൻ മഹാദേവൻ്റെ അടുത്ത് പറഞ്ഞു, മഹാദേവൻ ചൊന്നാലും കുറ്റം കുറ്റമേ എന്ന് പറഞ്ഞു. അത് പറയാനുള്ള ധൈര്യം വേണം. ശിവൻ പറഞ്ഞാൽ പോലും കുറ്റം കുറ്റമാണെന്ന് ഞാൻ പറയുന്നു പറഞ്ഞത് ശിവനുള്ള ഭക്തി കൊണ്ടാണ് പറയാൻ സാധിക്കുന്നത്. അതേപോലെ ആ മഹാവിഗ്രഹം പോലും ഒരു മഹാകവാടം മാത്രമാണ്. അതല്ല ലക്ഷ്യം. ആ കവാടം തുറന്ന് അങ്ങോട്ട് കടക്കുമ്പോൾ വേറൊരു ലോകം കിടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുവായൂർ പോകുന്നത്. ആ കവാടങ്ങളാണ് കൊടുങ്ങല്ലൂരിലുള്ള ആ വിഗ്രഹം. ആ കവാടമാണ് തളിപ്പറമ്പിലെ രാജരാജേശ്വരൻ്റെ വിഗ്രഹം. ശ്രീരംഗത്തും വൃന്ദാവനത്തിലും ദ്വാരകയിലും കാശിയിലും പത്മനാഭസ്വാമിയിലും എവിടെ ഇരുന്നാലും അതെല്ലാം ഗേറ്റുകളാണ്. ആ കവാടം തുറന്ന് കടക്കണം, അല്ലാണ്ട് ഗേറ്റിൻ്റെ മുന്നിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് കാര്യമില്ല. കവാടം തുറന്ന് എങ്ങനെ കടക്കും? ശ്രീകോവിലുള്ളിൽ കയറി പോകാൻ പറ്റില്ല. മനസ്സുകൊണ്ട് കടക്കണം. അതിൻ്റെ അകത്തിരിക്കുന്ന ചൈതന്യത്തെ അറിയണം. എങ്ങനെ അറിയണം? വിളിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അല്ലാണ്ട് അവിടെ പോയിരുന്നുകൊണ്ട് കിട്ടില്ല. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ഈ കഷ്ടപ്പാടുകളും അധ്വാനവും നിറഞ്ഞ സാധാരണ അടുക്കളയിലും ഓഫീസിലും റോട്ടിലും വെയിലത്തും മഴയത്തും പണിയെടുക്കുന്ന മനുഷ്യൻ നോക്കൂ. നമ്മുടെ മഹർഷിമാരാരും തന്നെ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തല്ല. ഇവരിൽ പലരും ഗൃഹസ്ഥരായിരുന്നു. ചെരുപ്പ് കുത്തികൾ, മരപ്പണിക്കാർ, കൊല്ലപ്പണിക്കാർ. അവരുടെയൊക്കെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം ഇവരൊക്കെ ഇതായിരുന്നോ എന്ന് ചോദിക്കും. അത്രയും വലിയ മഹർഷിമാരുടെ മുഴുവൻ ആക്ച്വൽ ഓക്യുപ്പേഷൻസ് അതായിരുന്നു. കന്നുകാലി വളർത്തുക, കൃഷി, ഭാര്യയും മക്കളും ഒക്കെ ഉള്ളവരായിരുന്നു. മഹർഷിമാരൊന്നും കാഷായ വസ്ത്രം ധരിച്ചവരല്ല. നമ്മൾ ഈ അമർച്ചത്രകഥയിലോ അതിലും ഇതിലൊക്കെ വരയ്ക്കണ വാസ്തവത്തിൽ തെറ്റാണ്. കാവ്യ വസ്ത്രം ശരീരം പിണ്ടം വെച്ചവനെ വരയ്ക്കുള്ളൂ. സന്യാസിക്കേ ഉള്ളൂ. മഹർഷിമാർ കാവ്യ വസ്ത്രം ധരിക്കില്ല. അവരൊക്കെ ഭാര്യയും മക്കളും ഉള്ളവരായിരുന്നു. മഹാദേവൻ എന്തുകൊണ്ടാണ് കാവ്യവസ്ത്രം ധരിക്കാത്തത്? മഹാദേവൻ സന്യാസിയല്ല. കരടി മൂപ്പരല്ലേ ആദ്യം കാവ്യവസ്ത്രം ധരിക്കേണ്ടത്. മഹാദേവൻ കാവ്യവസ്ത്രം ധരിക്കാറില്ലല്ലോ. ആ ഭാവങ്ങളിലേ ധരിക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ ചില കലകളിലേ ധരിക്കുള്ളൂ. അപ്പം ഗൃഹസ്ഥരാണ് ഇവരൊക്കെ. ഇവരെല്ലാവരും ഗൃഹസ്ഥരാണ്. ഗൃഹസ്ഥനിൽ നിന്ന് തന്നെയാണ് ധർമ്മത്തിൻ്റെ വളർച്ചയും നിലനിൽപ്പും ഉണ്ടായിട്ടുള്ളത്. ഗൃഹസ്ഥൻ താങ്ങി നിർത്തിയിട്ടില്ലെങ്കിൽ ഒരു സന്യാസ പരമ്പരകളും നിലനിൽക്കില്ല. ഗൃഹസ്ഥരായിരുന്നു രാജാക്കന്മാരും നാടുവാഴികളും സാധാരണ മനുഷ്യരും ഒക്കെ. അവർ കൊടുക്കുന്ന ഭിക്ഷ കൊണ്ടും അവർ കൊടുക്കുന്ന സ്നേഹം കൊണ്ടും അവർ കൊടുക്കുന്ന ആദരവ് കൊണ്ടുമാണ് ഈ നാട്ടിൽ ധർമ്മം വളർന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ടാംകടയാണ്. നമുക്കിതൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വേറെ ചില എലീറ്റായിട്ടുള്ള കുറേ ലീഗിലുള്ള ആൾക്കാർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വലിയ തരം ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ മാർഗം ഭഗവാനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇഷ്ടദേവത എന്നുള്ളത് ഭഗവാനെ ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് പരിമിതപ്പെടുത്തലായി മാറില്ല. മറിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിനായിരിക്കും അത് ഉപയോഗിക്കുക. ഇത് മനസ്സിലാക്കാണ്ട് ഭാഗവതത്തിൻ്റെ ഏകാദശ സ്കന്ധം പഠിച്ചിട്ട് കാര്യമില്ല. ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയ ലെസനാണ്, എൻ്റെ ഈ രൂപത്തിലേക്ക് നീ നിൻ്റെ സ്നേഹത്തിനെ പരിമിതപ്പെടുത്തരുത്. അതുകൊണ്ട് ബദരിക്ക് പോകുന്നവർ, അതുകൊണ്ടാണ് ബദരിക്ക് പറഞ്ഞിട്ട്. കാരണം ഹി വാസ് അറ്റാച്ച്ഡ് ടു ദിസ് ഹ്യൂമൻ ഫോം ഭഗവാന്റെ. അതുകൊണ്ട് എന്താ ഏകാന്ത ഭക്തി? മറ്റ് ഈശ്വരന്മാരെ തള്ളിക്കളയലോ ഇടുങ്ങിയ ചിന്താഗതിയോ ഒന്നുമല്ല ഏകാന്ത ഭക്തി. ശിവൻ പിശാചാണെന്ന് പഠിപ്പിക്കുന്നതല്ല ഏകാന്ത ഭക്തി. കൃഷ്ണഭക്തിയുടെ പേരിൽ ശിവൻ പിശാചാണ്, അവിടെ തൊഴരുതെന്നാണ് പഠിപ്പിക്കുന്നതെന്ന് ഓപ്പണായിട്ട് ഞാൻ പറയും. അപ്പോൾ കൃഷ്ണൻ കുഴിമന്തി കഴിക്കണ പരസ്യം കണ്ടു, എത്ര പേര് പ്രതികരിച്ചു. ഇവിടെ ഇരുന്ന് കരയാണ്. കുറച്ച് ശ്ലോകം എഴുതും, യഥാ യഥാ ഹി ധർമ്മസ്യ. എന്ത് കാര്യമാണ്? ഏതെങ്കിലും പുരി ഗിരി ഏതെങ്കിലും സന്യാസി മിണ്ടിയോ? ആരെങ്കിലും മിണ്ടിയോ? ആ മേള നടത്തുന്നു, ഈ മേള നടത്തുന്നു, ആരെങ്കിലും മിണ്ടിയോ? ഏതെങ്കിലും ദേവി ഉപാസകനോ ശിവൻ്റെ ഉപാസകനോ മിണ്ടിയോ? കാരണം ഗുരുവായൂരപ്പനല്ലേ ചീത്ത വിളിച്ച്, ഇത് ഞങ്ങളുടെ കാര്യമല്ല. ഞാനിതിവിടെ നിന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അത് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവന്നു ഗുരുവായൂരപ്പൻ. ഇന്നലെ ഞാൻ കണക്കിനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത്രയും കാലം ആരെയും പിടിച്ചിട്ട് അങ്ങനെ വേവിക്കാത്തതാണ്. പക്ഷെ ഇന്നലെ സഹി കെട്ടിട്ട് ഇട്ടുപോയതാണ്.
ഭഗവാൻ രക്തത്തിൽ കുളിച്ച് നിന്നിട്ട് കയ്യിൽ ചക്രം എടുത്ത് നിൽക്കണ ഒരു വീഡിയോ ഒരു ഉണ്ടാക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു. ഈ കൃഷ്ണനെ മറന്നാണ് സകലതിൻ്റെയും കാരണം. അതുകൊണ്ട് ഈ ഓടക്കോള് പിടിച്ച് നടക്കുന്ന ആളും ഗോപികമാരുടെ പുറകെ നടക്കുന്ന ആളൊക്കെ തൽക്കാലം ഒന്ന് മാറ്റിവെക്കുക. ഒരു ലോക കണ്ടകനായിട്ടുള്ള ഒരു കൃഷ്ണനുണ്ട്, ശത്രു സംഹാരം ചെയ്യുന്ന വളരെ അപകടം പിടിച്ചിട്ടുള്ള ഒരാൾ. ആ ആളെയാണ് നമുക്കിപ്പോൾ ആവശ്യം. അതുകൊണ്ട് ഈ പ്രഭാഷണം ഇന്നിവിടെ കേൾക്കണം വരും. ഇനി കേൾക്കാനിരിക്കുന്നവരോടും എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്, ദിവസം നിങ്ങൾ നാമം ചെല്ലുമ്പോൾ ഭഗവാൻ ആ ചക്രം പിടിച്ച് നിൽക്കുന്ന രൂപത്തിനെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട്, ഭാഗവതം അറിയണവരാണെങ്കിൽ ഭൂമിദേവിയുടെ സ്തുതിഭാഗം വായിക്കുക. ലോകത്തിലെ സകല ദുഷ്ടശക്തികൾ നശിച്ചില്ലാണ്ടായി പോണേന്ന് അമ്മമാർ പ്രാർത്ഥിച്ച ഭഗവാൻ കേൾക്കും. എനിക്കതിപ്പോൾ അനുഭവമാണ്. കാരണം ഉദയാസ്തമനത്തിന് ഞാൻ ഇതേമാതിരി സഹസ്രനാമം ജപിപ്പിച്ചതാണ് കഴിഞ്ഞ ഒരു കൊല്ലം. സുപ്രീം കോടതി വിധിച്ചു, ഗുരുവായൂരപ്പൻ്റെ ഉദയാസ്തമനം പുനഃസ്ഥാപിക്കപ്പെട്ടു. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റും നിങ്ങൾ ഇരുന്ന് ജപിച്ചവർക്കുള്ളതാണ്. ഒരു കൊല്ലക്കാലാണ് അമ്മമാരിരുന്ന് ജപിച്ചിരിക്കുന്നത്. വിഷ്ണു സഹസ്രനാമം ഇതിനു വേണ്ടി മാത്രം ജപിച്ചിട്ടുള്ള അമ്മമാരുണ്ട്. വെറുതെ പറഞ്ഞേ ഉള്ളൂ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. നമ്മൾ കൂട്ടായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. ഒരു യുദ്ധത്തിനും പുറത്ത് പോകണം. എല്ലാവരും ജപിക്കുക. നമ്മുടെ അവസാനത്തെ ശ്വാസം വരെയും നിത്യമുള്ള പ്രാർത്ഥനയിൽ ഒരു ശ്ലോകമെങ്കിലും ചൊല്ലുക. അതറിയുമെങ്കിൽ, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുക. ഭഗവാനെ, ദുഷ്ടസംഹാരം നടത്തി ധർമ്മത്തെ രക്ഷിക്കണേ. ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സ്വത്ത്. അല്ലാണ്ട് ഇപ്പം കിട്ടണ ജോലിയോ അതൊന്നുമല്ല. ഇതൊക്കെ ഉണ്ടായാലും നാളെ ഇത് മുഴുവൻ കാലിൻ്റെ അടിയിൽ നിന്ന് ഒലിച്ചു പോണ ഒരവസ്ഥ വൈകാണ്ട് ഈ നാട്ടിൽ വരും. ഏറിയാൽ ഒരു 10 കൊല്ലം. അന്ന് നമ്മൾ പലരും ഇവിടെയൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവും. എഴുതി വെച്ചോളൂ. നമ്മുടെ ആരാധനാലയങ്ങൾ നമ്മൾ ആരാധിക്കണോ വേണ്ടയോ എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന കാലം വരാൻ പോകണം. അതിൻ്റെ കാരണക്കാർ നമ്മുടെ ഇടയിലുള്ള ആൾക്കാരാണ് പ്രധാനമായിട്ടും. ഇതും മനസ്സിലാക്കിക്കോളും. അതുകൊണ്ട് മറ്റ് ഈശ്വരന്മാരെ തള്ളിക്കളയുക, അങ്ങനത്തെ ഇടുങ്ങിയ ചിന്താഗതി ഒന്നുമല്ല ഏകാന്തഭക്തി. മറിച്ച് അത് വൈകാരികമായിട്ടുള്ള ഒരു ഒത്തുചേരലാണ്, ഒരു നോൺ ഫ്രാഗ്മെൻറ്റേഷൻ. ചെതറിയിട്ടാണ് നമ്മളിത് കാണുന്നത്. ഒരാൾ മാത്രമേ ശരിയുള്ളൂ, മറ്റേതൊക്കെ തെറ്റാണ്. അത് മതഭ്രാന്താണ്. അതിനെയാണ് മതഭ്രാന്തം എന്ന് പറയുന്നത്. അത് മതങ്ങൾ തമ്മിലല്ല, നമ്മുടതിൻ്റെ അകത്ത് തന്നെയുള്ള ആൾക്കാർക്ക് അതിലും വലിയ മതഭ്രാന്താണ്. ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് തന്ത്രം പഠിപ്പിക്കണ ഒരു കേരളത്തിലെ മഹാസ്ഥാപനത്തിൽ അതിൻ്റെ സ്ഥാപകൻ്റെ ജന്മദിനം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ഞാനന്ന് എല്ലാ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള തന്ത്രി വര്യന്മാരും ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ അവസ്ഥയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ശിവൻ്റെയും ദേവിയുടെയും ക്ഷേത്രങ്ങൾ വരെ അടച്ചു പൂട്ടേണ്ട അവസ്ഥയുണ്ടാവും. ആ തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം എന്താ? വൈവിധ്യമാണ് നമ്മുടെ ശക്തി എന്ന് നന്നായി അറിയുന്നവർ നമ്മളെ മെല്ലെ 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 തല ബ്രെയിൻ വാഷ് ചെയ്ത് ഒന്ന് മാത്രം മതി എന്നുള്ളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കയറി കളിച്ചുകൊണ്ട് നമ്മളെ നശിപ്പിക്കുക എന്നുള്ള വിദ്യയാണ്. പുറത്തുനിന്ന് തകർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അകത്ത് കയറിയിരിക്കുകയാണ് ഈ കുറിയും വേഷമൊക്കെ ഇട്ടിട്ട്. കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കാളിയുടെ കാവുകൾ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ശരതേരദാസൻ ഏറിയ എത്ര കൊല്ലം ജീവിച്ചിരിക്കും ഭൂമിയിൽ അറിയില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു ഭയമില്ലാണ്ടതൊക്കെ പറഞ്ഞിട്ടേ പോകുള്ളൂ. ഒരു സംശയവും വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ വളരെ എന്താ പറയുക, റിട്ടയർഡായിട്ടുള്ള ഒരു അവസ്ഥയിലെത്തിയിട്ട് ഓൾറെഡി കുറച്ച് വർഷങ്ങളായി. അതുകൊണ്ട് ഇതൊന്നും ഇനി പറയണതിന് ഒരു മടിയുമില്ല. ഏത് സെക്കൻഡ് വേണമെങ്കിൽ എന്തും സംഭവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. കാരണം നാളെതാ ഇവരെ പോലുള്ള കുഞ്ഞുങ്ങൾ, ഇവർക്ക് കൊടുക്കേണ്ട ഒരു ഭാഗതയുണ്ട് ഇവിടെ. അതിനെക്കുറിച്ച് കൂടെ ഓർക്കുക. അല്ലാണ്ട് എൻ്റെ മകന് ജോലി, എൻ്റെ മകൾക്ക് കുട്ടി ഉണ്ടായില്ല, അവർക്ക് കല്യാണം നടന്നില്ല, ഇത് ചെയ്തില്ല, അത് ചെയ്യില്ല, അത് മാത്രമല്ല, അത് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഇതിനൊക്കെ മാത്രം പറയുന്ന അവസ്ഥയിൽ നമ്മൾ എത്തി എന്ന് ചോദിച്ചാൽ, നമ്മുടെ തൊട്ട് മുമ്പ് പോയ തലമുറകൾ നമുക്ക് ഉണ്ടായിരുന്നതും കൂടെ നശിപ്പിച്ചു പോയതിൻ്റെ ഫലമാണത്. കഴിഞ്ഞ 300 കൊല്ലം 400 കൊല്ലമായിട്ട് ഇവിടെ ഭക്തി ദൈന്യതയുടെ പേരാ പഠിപ്പിക്കുന്നത്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കരയാനാ പഠിപ്പിക്കുന്നത്. കൃഷ്ണൻ കരയാനുള്ള ഭഗവാനല്ല, കൃഷ്ണൻ വീരനാണ്. ധൈര്യമുള്ളവന് മാത്രമേ കൃഷ്ണനെ ഉപാസിക്കാൻ സാധിക്കുള്ളൂ. യഥാർത്ഥ ധൈര്യമുള്ളവന്. അല്ലാത്തവന് താങ്ങാൻ സാധിക്കാത്ത ശക്തി അത്. ഒരു കാലഭൈരവനോടോ ഒരു കാളിയോടോ കാലസംഘർഷിയോടോ തുല്യം നിൽക്കും. ആ ഭാവത്തിൻ്റെ യഥാർത്ഥ ഭാവത്തിൽ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ നരസിംഹത്തിനേക്കാളും അപകടകാരിയാണ്. എഴുതി വെച്ചോളൂ.
മന്ത്രം പഠിച്ചിട്ടുള്ളവർക്ക്, തന്ത്രം പഠിച്ചിട്ടുള്ളവർക്ക്, മന്ത്രവാദം പഠിച്ചിട്ടുള്ളവർക്ക് അതറിയും. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹത്തിനേക്കാളും അപകടകാരിയാണ് ശത്രു സംഹാരത്തിന്. കാരണം വെറും കോപം കൊണ്ടോ കയ്യിൻ്റെ കൈക്കരുത്തോണ്ടോ അല്ല കൊല്ലുക, ബുദ്ധി കൊണ്ട് ഇഞ്ചിഞ്ചായിട്ടാണ് കൊല്ലുക. അത്ര സൂക്ഷ്മ ബുദ്ധിയാണ് ഭഗവാൻ. ഞാൻ ഇന്നലെ പിന്നെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു, ഒന്നും കാണാണ്ടല്ല ഇപ്പോൾ ഈ ബോംബ് പൊട്ടിച്ചിട്ടുള്ളത്. പുള്ളിക്ക് എന്തോ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട്. കാരണം ഇവിടെ പോത്തുമാരി കടന്നുറങ്ങല്ലേ ഒരു സമൂഹം. എൻ്റെ കുടുംബത്ത് സമാധാനം ഉണ്ടായത് ഇപ്പോൾ ലോകം മുഴുവൻ പൊട്ടി നശിച്ചാലും കുഴപ്പമില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഞാൻ പറയാം. നമ്മുടെ ഭക്തിയുടെ കൊള്ളരുതായ്മകളുടെ ഹൈറ്റാണിത്. നോക്കൂ, രാഷ്ട്രസേവനം എന്ന് പറയുന്നത് ഭക്തിയുടെ ഏറ്റവും വലിയ ഘടകങ്ങളിലൊന്നാണ്. എലക്ഷൻ്റെ അന്ന് ഗുരുവായൂരത്തെ തിരക്ക്, അതിൻ്റെ അർത്ഥം അത്രയും പേര് വോട്ട് ചെയ്തിട്ടില്ല എന്നാ. അത്രയും പേര് വോട്ട് ചെയ്തിട്ടില്ല എന്നാ. അന്ന് പോയ ഒരൊറ്റയാളെ പോലും ഗുരുവായൂരപ്പം നോക്കിയിട്ടില്ല. ഇരിക്കുന്ന മണ്ണിനെ മറന്നിട്ട് പോകുന്ന ഒന്നിനെയും, പരദേവതയെ, രാജ്യത്തിനെ, സ്വന്തം കുടുംബത്തെ, ഇതിനെയൊക്കെ മറന്നിട്ട് ഭഗവാന്റെ കൂടെ പോകുന്ന ഒരാളെ പോലും ഭഗവാൻ നോക്കിയത്. കാരണം സ്വന്തം കുടുംബത്തിനെ കത്തിച്ചവനാണ്. സ്വന്തം കുടുംബത്തിനെ കത്തിച്ചവനാണ് ഈ വെണ്ണ കഴിക്കുന്ന ആൾ. അത് മറക്കരുത്. അതുകൊണ്ട് ആ ബോധത്തോടു കൂടി ഇരിക്കുക, ആ ബോധത്തോടു കൂടിയിട്ടായിരിക്കട്ടെ. ഗുരുവായൂരിൽ മാസീവ് ക്രൗഡായിരുന്നു ഇലക്ഷൻ്റെ അന്ന്. കാരണം എന്താ, അന്ന് പോയാൽ സുഖമായി തൊഴാൻ പറ്റും. രാജ്യം ആര് വേണമെങ്കിലും അല്ലെങ്കിൽ എന്ത് സംഭവിച്ചോട്ടെ, എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടുന്നുണ്ട്. കാണാം. 10 കൊല്ലം എണ്ണി വെച്ചോളൂ. ഇത് 2026. 36 ആവുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഉറങ്ങിക്കൊണ്ടിരിക്കൂ, ഇനിയും ഉറങ്ങിക്കൊണ്ടിരിക്കൂ. അവനവൻ്റെ കുടുംബത്തിനും അവനവൻ്റെ സൗഖ്യത്തിനും വേണ്ടി മാത്രം പ്രാർത്ഥിക്കും, വഴിപാടും കഴിച്ച് ജീവിക്കൂ. കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോകുന്നത് അറിയാതെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഹൃദയം പല കാര്യങ്ങൾക്കായിട്ട് ചെതറിപ്പോകാതിരിക്കാൻ ഇപ്പോഴേ പഠിക്കുക. ഏകാന്ത ഭക്തി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് എല്ലാം ചേരുന്നതാണ്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ലക്ഷ്യങ്ങളില്ലാത്തത് എന്ന് പറയുന്നുണ്ട്, മുറിഞ്ഞു പോകാത്തത് എന്ന് പറയുന്നുണ്ട്, ശ്രദ്ധ തിരിയാത്തത് എന്ന് പറയുന്നുണ്ട്. എന്താ ലക്ഷ്യങ്ങളില്ലാത്തതെന്ന്? ഭഗവാന്റെ ഒന്നും നേടാനില്ല, അതാണ് ലക്ഷ്യങ്ങളില്ലാത്തത്. ഭഗവാൻ കൂടെ ഉണ്ടായാൽ മതി, വേറെ ഒന്നും ചോദിക്കാനില്ല. അതുകൊണ്ട് അൺമോട്ടിവേറ്റഡ് ആണ്, ലക്ഷ്യങ്ങളേ ഇല്ല. മുറിഞ്ഞു പോകാത്തത്, എത്ര ശരീരം മാറിയാലും ഭഗവാനുമായിട്ടുള്ള ബന്ധം നമുക്ക് പോവോ? കാരണം നമ്മളും ഭഗവാനും വേറിട്ടൊരു വസ്തുവല്ല, അദ്ദേഹത്തിൻ്റെ അംശമാണ് നമ്മളൊക്കെ. അമൃതസ്യ പുത്ര എന്നാണ് വിളിച്ചത് അർജുനെ. ശ്രദ്ധ തിരിയാത്തത് അത് നമ്മുടെ കയ്യിലായിരിക്കുന്നുണ്ട്. ലക്ഷ്മണനെ പോലെ, ഹനുമാനെ പോലെ ഭഗവാനിൽ നിന്ന് മനസ്സ് വേർപെടാതിരിക്കുക. മനസ്സീശ്വരനുമായിട്ട് വിലപേശലുകളൊക്കെ നിർത്തുക. ട്രാൻസാക്ഷൻസ്, ഞാൻ ഇത് തരാം, നീ എനിക്കിത് താ, എന്നാണല്ലോ വഴിപാട് കഴിപ്പിക്കൽ. ഇപ്പം ഞാൻ ഈ സ്ഥലത്ത് പല അമ്പലങ്ങളിലും പോകുമ്പോൾ പറഞ്ഞ് ചില സ്ഥലത്തൊക്കെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. വഴിപാട് കൗണ്ടർ എന്നുള്ള പേര് മാറ്റുക, സമർപ്പണങ്ങൾ എന്നാക്കുക. അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു വ്യത്യാസം വരും. ലിസ്റ്റൊന്നും മാറ്റണ്ട. ഇതേ ഐക്യമത്യ സൂക്തവും ഇതേ പുരുഷ സൂക്തവും ഇതേ എന്താ പറയുക പുഷ്പാഞ്ജലിയൊക്കെ തന്നെ മതി. ഈ വഴിപാട് എന്നുള്ളൊരു പേരിൽ തന്നെ ഒരു കച്ചവടം കിടപ്പുണ്ട്, അത് മാറ്റുക. സമർപ്പണങ്ങൾ എന്ന് വയ്ക്കുക. എന്താ തെറ്റുണ്ടോ? നല്ല വാക്കല്ലേ? അത് വായിക്കുമ്പോൾ തന്നെ ഇത് ഭഗവാന് ഞാൻ സമർപ്പിക്കേണ്ടതാണെന്നുള്ളൊരു ബോധ്യത്തോടെയാണ്. മറ്റേത് കാണുക, കാശ് കൊടുക്കണത്, ഞാൻ ഇത്ര തരില്ല, എന്താ തന്നാ, ഞാൻ 100 രൂപ കൊടുത്താണ്, ഇത് 10 രൂപയ്ക്കുള്ള പ്രസാദമേ ഉള്ളൂല്ലോ എന്നാണ് കണക്ക്. ഈ കച്ചവടവും കണക്കും പറയുമ്പോൾ മൂപ്പരും കച്ചവടവും കണക്കേ നോക്കുകയുള്ളൂ. എന്നിട്ട് ഭഗവാൻ എനിക്ക് അത് തന്നില്ല ഇത് തന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് മനസ്സ് ഭഗവാനുമായിട്ട് വിലപേശലുകൾ നിർത്തുമ്പോൾ, ഹൃദയം മറ്റൊരു സ്ഥലത്തും അഭയം തേടാതിരിക്കുമ്പോൾ ഏകാന്ത ഭക്തി താനെ സംഭവിക്കും. ഭാഗവതത്തിൽ അനവധി ഉദാഹരണങ്ങളുണ്ട്. പ്രഹ്ലാദൻ, ഗജേന്ദ്രൻ, കുചേലൻ, ഗോപികമാർ, ഇവരൊക്കെ ഏകാന്ത ഭക്തരുടെ ആൾക്കാരാണ്. അവർക്ക് വേറെ ആശ്രയമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഭഗവാനെ പിടിച്ചു വയ്ക്കാനും നോക്കിയില്ല. അങ്ങനെ ഇരുന്നത് കൊണ്ടാണ് നരസിംഹത്തിനെ പോലുള്ളൊരു ഉഗ്രരൂപത്തിൻ്റെ മടിയിൽ ചിരിച്ചുകൊണ്ടിരിക്കാൻ പ്രഹ്ലാദന് സാധിച്ചത്. പ്രഹ്ലാദൻ പറഞ്ഞത്, ഭഗവാനെ എനിക്ക് അങ്ങയുടെ രൂപത്തിൽ പേടിയില്ല, എനിക്ക് ആകെ പേടി അങ്ങയുടെ മായയാണെന്നാണ് പറഞ്ഞത്. വേറെ ഒന്നും പ്രശ്നം പറഞ്ഞില്ല. ധ്രുവനും ഒരു തരത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൽ പ്രഹ്ലാദനും ഗജേന്ദ്രനും കുചേലനുമാണ് ഏറ്റവും പ്രധാനം. ഗോപികമാർ അതിൻ്റെയൊക്കെ മറുകര കടന്നു പോയി, അവർ വേറൊരു തലത്തിലായിരുന്നു. ഉദ്ധവനും അങ്ങനെ തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. 3 തരത്തിലുള്ള ഭക്തിയിൽ സകാമ, നിഷ്കാമ, ഏകാന്ത, ഇങ്ങനെ 3 എണ്ണമാണ്. സകാമ ഭക്തിയിൽ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ പുറകെ നടക്കലാണ്, അത് സകാമ ഭക്തി. എന്തെങ്കിലും കിട്ടാൻ,
എനിക്കിത് നൽകിയാൽ ഞാൻ പ്രാർത്ഥിക്കാം. ചിലർ പറയും പണ്ടൊക്കെ ഞാൻ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുമായിരുന്നു, ഇപ്പൊന്നും പോകാറില്ല. എന്താ പോകാത്ത? ഞാൻ കുറേ പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല, അതുകൊണ്ട് ഞാൻ പോകില്ല. ഇപ്പോൾ ഭഗവാൻ അവിടെ ശക്തിയൊന്നുമില്ല. ചില ആൾക്കാർ ഡയലോഗ് അടിക്കാനൊക്കെ ഞാൻ ഇന്നാൾ ഗുരുവായൂർ പോയിരുന്നു, ഇപ്പോൾ പഴയ ശക്തിയൊന്നുമില്ല. മീറ്റർ വെച്ചിട്ടാണോ നടക്കുന്നത്? ശക്തി ഇളക്കണം മീറ്റർ. ഇതൊക്കെ അല്ലേ നമ്മൾ കേൾക്കണ ഡയലോഗുകളല്ലേ ഇതൊക്കെ? പഴയ പോലെയൊന്നുമല്ല, പണ്ടത്തെ കാലമൊന്നുമല്ല. ഇപ്പം അവിടെ ഭഗവാൻ ഇല്ല എന്നാ പറയുക. നിഷ്കാമ ഭക്തി എന്ന് പറയുമ്പോൾ ഒന്നും ആഗ്രഹിക്കാണ്ടുള്ള ഭക്തിയാണ്. അപ്പോഴും പക്ഷെ സ്വന്തം കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഏകാന്ത ഭക്തി അതല്ല. ഭഗവാനല്ലാണ്ട് വേറൊരു ഗതിയില്ല. അല്ലാണ്ട് വെറുതെ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജീവിതത്തിൽ വന്നാൽ ഈ ശ്ലോകമൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത് വരുത്തണം. അതുകൊണ്ട് സകാമ ഭക്തിയിൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും ഒരു നീഡ് ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരാൾ മാത്രമാണ്. നമ്മുടെ കാര്യം നടത്തി തരേണ്ട ഒരാൾ, അല്ലെങ്കിൽ ഒരു വഴി, ഒരു ഉപകരണം. ലോകത്തിൽ 99% ആൾക്കാരും അങ്ങനെയാണ്. നിഷ്കാമ ഭക്തിയിൽ ഭഗവാൻ ബഹുമാനിക്കപ്പെടുന്നുണ്ട്. ആ നിഷ്കാമ ഭക്തി കുറേ ഉള്ളവരാണ് സത്സംഗങ്ങൾക്ക് വന്നിരിക്കുക. സത്സംഗങ്ങൾക്ക് സകാമ ഭക്തിക്കാരധികം വരില്ല. കാരണം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ വയ്യ. എന്തിനാ ഇപ്പം ഇത്ര കോംപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് അവർ ചോദിക്കുക. സത്സംഗങ്ങളിൽ വന്നിരിക്കുന്നവർ, ഇപ്പം നമ്മളിറങ്ങുന്ന ഈ സമൂഹം ഒരുപക്ഷെ കൂടുതലും നിഷ്കാമ ഭക്തിക്കാരായിരിക്കും. നമ്മൾക്ക് ഭഗവാന്റെ കൂടെ ഒരു സന്തോഷം മതി, ആ തലത്തിലായിരിക്കും നമ്മൾ നിൽക്കുക. പക്ഷേ ഏകാന്ത ഭക്തി പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുള്ളവർ, അവർക്ക് ചിലപ്പോൾ ഇവിടെ വന്ന് ഇരിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ഭഗവാനല്ലാണ്ട് വേറൊരു ഗതിയില്ല, ഭഗവാനല്ലാണ്ടൊരു മാർഗമില്ല. നമ്മൾ അറിയാത്ത തരം ജീവിതങ്ങളിൽ പോലും ഭഗവാനാണ് തൻ്റെ ജീവിതത്തിലെ എല്ലാം എന്ന് സങ്കല്പിച്ച് ജീവിക്കുന്നവർ എത്രയോ പേരുണ്ട്. അത് സമ്പന്നനായാലും ദരിദ്രനായാലും ഇടത്തരക്കാരനായാലും ഇന്ന ആളെ രൂപം കണ്ടിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു കുറി പോലും തൊടുന്നുണ്ടാവില്ല, കുളിക്കാൻ പോലും സമയം കിട്ടുന്നുണ്ടാവില്ല. ഞാനൊരു കൊച്ചുമ്മയുടെ കഥ പറയാറില്ലേ, എത്രയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ. എത്രയോ വീടുകളിൽ ജോലി ചെയ്ത് പാവം കുളിക്കാൻ പോലും സമയമില്ല. ആ കിഴക്കേ ഗോപുരം ഒന്ന് കടന്നു പോകുമ്പോൾ അവിടെ നിന്നിട്ട് ഈ നാറി പൊളിച്ച വസ്ത്രവും ധരിച്ചിട്ട് ഒന്ന് വിളിക്കും, അകത്തേക്ക് നോക്കിയിട്ട് എൻ്റെ ഗുരുവായൂരപ്പാ പറഞ്ഞിട്ടൊരു വിളിക്കും. അപ്പോൾ അവിടെ ഗോപുരത്തിരിക്കണ ഒരു നമ്പൂരി, അദ്ദേഹം മെല്ലെ പറയത്ര എൻ്റെയും. ആ അമ്മ ഗുരുവായൂരപ്പൻ്റെ കൊടിമരം നാട്ടുന്ന സമയത്ത് ആ കുണ്ഠത്തിൽ, ആ ധ്വജകുണ്ഠത്തിൽ എല്ലാവരും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ കൊണ്ടുപോയിട്ട് കാണിക്കിടുമ്പോൾ ആ അമ്മ കഴുത്തിൽ കരി പിടിച്ചൊരു വെള്ളിനൂലിനെ എടുത്തിട്ട് അഴിച്ചിട്ട് എൻ്റെ ഗുരുവായൂരപ്പ എനിക്ക് നിനക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കുണ്ഠത്തിലിട്ടു. അത് ഇന്നും ആ കൊടിമരത്തിൻ്റെ താഴെ കിടപ്പുണ്ട്. അതല്ലേ ഭക്തി? അതല്ലേ ജീവിതത്തിൻ്റെ ഭക്തി? അതല്ലേ യഥാർത്ഥ ഭക്തി? 1 കോടി ഉറുപ്പ്യ ഉണ്ടായിട്ട് ഇവിടെ 10 ഉറുപ്പ്യ കൊടുക്കുമ്പോഴേക്കും ബോർഡ് വെക്കണു ഡൊണേറ്റഡ് ബൈ, ഞാൻ കൊടുത്തു, ഞങ്ങളുടെ കുടുംബം കൊടുത്തു. കൊടുക്കുമ്പോൾ വേദനിക്കാത്തത് ത്യാഗമല്ല, കൊടുക്കുമ്പോൾ വേദനിക്കുമ്പോഴേ ത്യാഗമുള്ളൂ. 1 കോടി ഉണ്ടായിട്ട് ആ 1 കോടി എടുത്ത് കൊടുക്കാത്തത് വരെയും ത്യാഗമില്ല. എന്ന് വെച്ചാൽ കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. എന്തിനാ വെറുതെ പറ്റാത്ത വേഷം കെട്ടുന്നത്? അതുകൊണ്ട് ഏകാന്ത ഭക്തിയിൽ ഉള്ളതൊക്കെ ഭഗവാന്റെ, ഇരിക്കുന്ന സമയം ഭഗവാന്റെ, കഴിഞ്ഞുപോയ കാലം ഭഗവാന്റെ, വരാനിരിക്കുന്ന കാലവും ഭഗവാന്റെ. ജീവനുണ്ടെങ്കിലും ഞാൻ ഭഗവാന്റെയാണ്, ജീവനില്ലെങ്കിലും ഞാൻ ഭഗവാന്റെയാണ്. ശരീരമുണ്ടെങ്കിലും ഞാൻ ഭഗവാന്റെയാണ്, ശരീരമില്ലെങ്കിലും ഞാൻ ഭഗവാന്റെയാണ്. ശരീരത്തിൽ വഹിക്കുമെങ്കിലും ഞാൻ ഭഗവാന്റെയാണ്, ഇല്ലെങ്കിലും ഭഗവാന്റെയാണ്. ഇതാണ് അവസ്ഥ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സമ്പൂർണ്ണ ശരണാഗതി ആവണം, പൂർണ്ണ സമർപ്പണം. ഏകാന്ത ഭക്തിയുടെ സ്വാഭാവിക ഫലമാണ് ശരണാഗതി. ശരണാഗതി ഉണ്ടാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. വൈഷ്ണവത്തിൽ അതിന് പ്രപത്തി എന്നും പറയും. അത് തളർച്ചയല്ല, മറിച്ച് വ്യക്തമായിട്ടുള്ളൊരു തിരിച്ചറിവാണ്. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പരിമിതമാണ്. ഞാൻ ചെയ്യണ കാര്യങ്ങളുടെ ഫലങ്ങളും അനിശ്ചിതമാണ്. എൻ്റെ അഹംഭാവത്തിന് എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. ഇത് 3 കാര്യം തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ കൈ പിടിക്കാൻ തോന്നും. ഈ തിരിച്ചറിവ് വരുമ്പോൾ മനസ്സ് നമ്മൾക്ക് പഠിപ്പിക്കും, എന്ത് വന്നാലും എൻ്റെ ഭഗവാൻ എന്നെ താങ്ങും. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയെ പറഞ്ഞ് മാമേക ശരണം പ്രജ. എങ്ങനെ? സർവധർമാൻ പരിത്യജ്യ. അതിൻ്റെ അർത്ഥം മറ്റ് മതങ്ങളെ, മറ്റ് ദേവതകളെ വിട്ടിട്ട് എന്നെ മാത്രം നോക്കിയിരിക്കുക, എനിക്ക് മാത്രം പൂജ അല്ല പറഞ്ഞത്. മറ്റൊന്നിലും ഡിപ്പെൻഡ് ചെയ്യാണ്ട് മനസ്സിനെ കൊണ്ട് വെക്കുന്നതാണ് ധർമ്മം. അത് വെക്കാതെ എന്നിൽ ധർമ്മം ഉറപ്പിച്ചിട്ട് നീ നിനക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ, അന്ന് നീ രക്ഷപ്പെടും. അതാണ് സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം പ്രജ. അന്ത്യത്തിൽ ഞാൻ നിനക്ക് മോക്ഷം തന്നിരിക്കും. എന്താ മോക്ഷം? ഞാനും നീ ഒന്നാണെന്നുള്ള തിരിച്ചറിവ് ഞാൻ നിനക്ക് തരും. അർജുനോട് പല പ്രാവശ്യം പറഞ്ഞു, അർജുന നീ ഞാനാണ്,
ഞാനാണ്, നിൻ്റെ പുറകിലുള്ള പാണ്ഡവ സൈന്യം ഞാനാണ്, ഈ മുന്നിൽ നിൽക്കുന്ന നിൻ്റെ ശത്രുക്കളും ഞാനാണ്, നീ ധൈര്യമായിട്ട് യുദ്ധം ചെയ്തതെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞ് ഞാൻ എനിക്കെതിരെ തന്നെ യുദ്ധം ചെയ്യുന്നത്, അത് മുന്നേ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, നീ ആയുധങ്ങൾ പ്രയോഗിച്ചാൽ മാത്രം മതി. ഇതിപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ലേ? ഇത്രയും ഭാഗവതം ഗീത യജ്ഞങ്ങൾ കേട്ടിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ലേ? ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും കോഴ്സുകൾ പഠിച്ചിട്ടും മനസ്സിലായിട്ടില്ലേ? 700 ശ്ലോകം കാണാപ്പാഠം പഠിക്കാനാണ് ഗീതാ പഠനം എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഇതിലൊന്നെങ്കിലും ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. അത് പകർത്തിയിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുക. ഏകാന്ത ഭക്തിയിലേക്കുള്ള ആദ്യത്തെ ചുവടാണ്. ഭഗവാൻ പറഞ്ഞത് ജീവിതത്തിൽ പകർത്തിയോ ഞാൻ ഒന്നെങ്കിലും? അങ്ങനെയുള്ള ഏകാന്ത ഭക്തിക്കുള്ള ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു വിദ്യയാണ് നാമജപം. സാധാരണ നാമജപം, വലിയ വലിയ മന്ത്രമൊന്നുമല്ല. മനസ്സിന് കാണാൻ പറ്റാത്ത കാര്യങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റില്ല, അതിനെ ആവർത്തിക്കണം. അപ്പം നാമജപം എന്ന് പറഞ്ഞാൽ വെറും വാക്കല്ല, അത് വളരെ വൈകാരികമായിട്ടുള്ളൊരു വിളിയാണ്, ഒരു കോളാണ്. ഭഗവാനെ വിളിച്ചു വരുത്തുകയാണ്. ചെതറിക്കിടക്കണ ചിന്തകളെ അത് മാറ്റും, മനസ്സിനെ ഉറപ്പിക്കുകയും ചെയ്യും. ഭഗവാനെ നമുക്ക് ഉറപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, ഭഗവാനാകണ പശുവിനെ കെട്ടിയിടാനുള്ള ഏറ്റവും വലിയ കുറ്റിയും കയറും നാമമാണ്. നാമം കൊണ്ട് ഭഗവാനെ നമ്മുടെ അകത്ത് കെട്ടിയിടും. യന്ത്രം പോലെ ചൊല്ലണതിനെക്കാട്ടിലും ഭാവത്തോടെ ചൊല്ലുന്നതാണ്. വെറുതെ കാണിക്കാൻ വേണ്ടി നമസ്കാര 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 കൃഷ്ണ കൃഷ്ണ ഇഷ്യൂ എന്ന് മാത്രമേ കേൾക്കുള്ളൂ, ബാക്കിയൊന്നും കേൾക്കില്ല. ഉള്ളത് ക്വാളിറ്റിയിൽ ചെല്ലിയാൽ മതി. കൃഷ്ണ 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 മെല്ലെ ചെല്ലിയാൽ മതി. ഇത് ജപിക്ക നമ്മുടെ മനസ്സിൻ്റെ രക്ഷാകവചാവും. എങ്ങനെ? മനസ്സ് അകത്ത് സന്തോഷം കണ്ടെത്തും, മനസ്സകത്ത് കേന്ദ്രീകൃതമാവും, മനസ്സ് ചെതറില്ല. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള സാധാരണ ഗൃഹസ്ഥർക്ക് എങ്ങനെ കുറൂരമ്മയുടെ പോലുള്ള ഭക്തിയിലേക്ക് നാളെ ഏതെങ്കിലും ജന്മത്തിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ ഇന്ന് എങ്ങനെ തുടങ്ങണം? ജീവിതം ഉപേക്ഷിച്ചിട്ടല്ല ചെയ്യേണ്ടത്. നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും ബന്ധങ്ങളും ഒക്കെ ഭംഗിയായിട്ട് തുടരും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ സദാ ഭഗവാൻ എന്ന് പറഞ്ഞ അഭയസ്ഥാനം സൂക്ഷിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്മരിക്കുക, ഇടവേളകളിൽ ജപിക്കുക, ചെയ്യണ കാര്യങ്ങളൊക്കെ ഭഗവാന് സമർപ്പിക്കുക. അത് ഞാൻ എല്ലാ കാലത്തും പറയാറുള്ളതാണ്. നിരന്തര സ്മരണ പറയുമ്പോൾ ഒക്കെ പറയും, രാവിലെ എണീച്ചിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങിയാലും മോശമായിട്ട് ഉറങ്ങിയാലും അതും ഭഗവാന് കൊടുക്കുക. ഒരു പോളെ ഞാൻ കണ്ണടച്ചിട്ടില്ല, അതിൻ്റെ വിഷമം മുഴുവൻ നടക്കിരിക്കട്ടെ ഇവർ കൊടുത്തേക്കുക. നന്നായി ഉറങ്ങിയാൽ നല്ല സുഖമായിട്ട് ഉറങ്ങി ആ സുഖം കൊടുക്കുക. നല്ലതും ചീത്തയും കൊടുത്തുകൊണ്ടിരിക്കുക. ഒരാൾ പൂമാല തന്നാലും ഭഗവാന് കൊടുക്കുക, കല്ലെറിഞ്ഞാലും ആ കല്ലെടുത്ത് ഭഗവാന് കൊടുക്കുക. അന്ന് തന്നെ ഒരുത്തനെ എറിഞ്ഞാണ് എന്ന് പറഞ്ഞാൽ അതും കൊടുക്കുക. വേണി എറിഞ്ഞാലും കുഴപ്പമില്ല, മൂപ്പരെ എറിഞ്ഞാലും പ്രശ്നമില്ല. ഇതപ്പോൾ മുതുവറയിൽ ഞാൻ പെരിയപുരാണം പറയും, ജൂൺ 18 തൊട്ടിട്ട്. അതിൽ നിങ്ങൾക്കൊരു നായനാരുടെ കഥ കേൾക്കാം. ശിവലിംഗം എവിടെ കണ്ടാലും കല്ലെറിയും, ശിവലിംഗം എവിടെ കണ്ടാലും വടിയെടുത്തടിക്കും. ഇങ്ങനൊരു നായനാർ മഹാഭക്തനാണ്. എന്താ കാരണം എന്നൊക്കെ അപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഭക്തിക്ക് ഒറ്റ ചിന്തയുള്ളൂ, ഭഗവാനിൽ എങ്ങനെയെങ്കിലും മനസ്സുറപ്പിക്കുക. ഭഗവാനെ ചീത്ത വിളിച്ചിട്ടാണെങ്കിൽ, കംസം ഭയം കൊണ്ടും ഹിരണ്യകശിപു വെറുപ്പ് കൊണ്ടും ശിശുപാലൻ അസൂയ കൊണ്ടും നേടി ഭഗവാനെ, അല്ലേ? അതും ഭക്തിയടി. വിദ്വേഷഭക്തി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ. അപ്പോൾ എല്ലാം ഭഗവാന് കൊടുത്തുകൊണ്ടിരിക്കുക. നല്ലത് ചീത്ത എന്നൊന്നും പ്രപഞ്ചത്തിലില്ല, അതൊക്കെ ഭഗവാനാണെന്നുള്ള അതിൽ കൊടുത്തുകൊണ്ടിരിക്കുക. ഓർമ്മ വരുമ്പോൾ ഒക്കെ കൊടുക്കുക. ഓർമ്മ വരുമ്പോൾ പറയുക, അയ്യോ ഇത്രയും നേരം ഞാൻ മറന്നുപോയി, അത് മുഴുവൻ നിനക്ക്, ഇനി വരാനിരിക്കണത് നിനക്ക്. രാവിലെ എണീക്കുമ്പോൾ തന്നെ പറയും, ഇന്നത്തെ ദിവസത്തെ മുഴുവനും നിനക്കെന്ന് ആദ്യമേ അങ്ങോട്ട് പറയുക. രാത്രി കിടക്കാൻ പോകുമ്പോൾ പറയും, ഇന്ന് കഴിഞ്ഞത് മുഴുവൻ നിനക്കെന്ന്. അപ്പം തന്നെ കവറായി. ഈ സമർപ്പണം കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ കുറേ കഴിയുമ്പോൾ നല്ലത് മാത്രമേ കൊടുക്കാനുണ്ടാവുള്ളൂ ജീവിതത്തിൽ. നമ്മൾ കുഴപ്പം കാണിക്കാൻ, കുറച്ച് വികൃതി കാണിക്കാൻ നോക്കിയാൽ പോലും മൂപ്പര് ഇങ്ങനെ പിടിച്ചോണ്ടു. നമ്മൾ പോലും അത്ഭുതപ്പെടും. പണ്ട് സുലഭമായി വന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ കുരുത്തക്കേട് കാണിക്കാൻ കിട്ടാണ്ടായതെന്ന്, ഇതാരാ മാറ്റിയതെന്ന് പോലും നമുക്ക് അറിയാത്ത വണ്ണം അനുഭവത്തിൽ വരും. രസമാണ് ഭഗവാനുമായിട്ട് വികൃതി കളിക്കാൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വികൃതി കാണിക്കാൻ നോക്കുമ്പോൾ മൂപ്പര് എങ്ങനെ പിടിച്ചോണ്ടു. ആ ബന്ധം ഉണ്ടാക്കിയെടുക്കലിലാണ് ആദ്യത്തെ വർഷങ്ങൾ നമ്മൾ ചിലവാക്കേണ്ടത്. അതുകൊണ്ട് ഭഗവാനുമായിട്ട് വൈകാരിക ബന്ധം ഉണ്ടാക്കുക. ഒരു ബന്ധുവായിട്ടോ സുഹൃത്തായിട്ടോ അച്ഛനായിട്ടോ മകനായിട്ടോ കൂടപ്പിറപ്പായിട്ടോ ഭർത്താവായിട്ടോ എങ്ങനെ കാമുകനായിട്ടോ എങ്ങനെയാണ് വെച്ചാൽ കാണുക. അപ്പോൾ ഭക്തി കൂടുതൽ ആഴത്തിലാവും. അമ്മയുടെ ഭാവത്തിൽ വരുമ്പോൾ കൂടുതൽ സുരക്ഷിതത്വം, അച്ഛനായിട്ട് വരുമ്പോൾ മാർഗനിർദ്ദേശം, കൂട്ടുകാരനായിട്ട് വരുമ്പോൾ സകല കാര്യങ്ങളും പങ്കുവയ്ക്കാം, ഗുരുനാഥനായിട്ട് വരുമ്പോൾ സാക്ഷാത്കാരത്തിലുള്ള വഴി തുറന്നു തരുന്നു, പ്രിയപ്പെട്ടവനായിട്ട് വരുമ്പോൾ സമ്പൂർണ്ണ ലയം തരുന്നു. ഒരു കുഞ്ഞായിട്ട് വരുമ്പോൾ നമ്മുടെ സകല അഹങ്കാരങ്ങളും തകർത്ത് തരിപ്പണാക്കണം. ഒരു കുഞ്ഞിൻ്റെ മുന്നിൽ എന്ത് അഹങ്കാരം കാണിക്കാനാ? മീശ പിരിച്ച് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കൊച്ചുകുട്ടിയുടെ മുന്നിൽ അതിങ്ങനെ നോക്കി ചിരിച്ചോണ്ടിരുന്ന നമ്മൾ എന്ത് ഗൗരവം കാണിച്ചിട്ട് എന്ത് കാര്യമാണ് ഭഗവാന്റെ മുന്നിൽ, അല്ലേ? അതുകൊണ്ട് ഏകാന്ത ഭക്തിയിൽ ബന്ധത്തിനാണ് ഇമ്പോർട്ടൻസ്. പ്രാഥമികമായ കാര്യം അതാണ്, ഒരു ബന്ധമുണ്ടാക്കുക ഭഗവാനുമായിട്ട്. ബാക്കിയൊക്കെ പുറകെ വന്നോളും.
ആ ബന്ധം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹത്തിനോട് ആദ്യം സംസാരിക്കാൻ തുടങ്ങണം. കുറൂരമ്മ തുടങ്ങിയത് അങ്ങനെയാണ്. 12 വയസ്സിൽ സംസാരിക്കാനാണ് തുടങ്ങിയത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒക്കെ ഭഗവാനോട് വർത്താനം പറഞ്ഞ് ആൾക്കാർ കേൾക്കാൻ പറയണ്ട. നമ്മളെ കാലത്ത് പറഞ്ഞാൽ വീട്ടിലുള്ള ഒരു പ്രാന്താന്ന് പറയും. അതല്ല, സംസാരിക്കാമല്ലോ. ഒരു ചായ ഉണ്ടാക്കുന്നത് ഭഗവാന് വേണ്ടിയിട്ട്, അത് നല്ല ചായ എന്നാണ്. അധികം പഞ്ചസാര വേണ്ടാത്ത ആളെ പറയും, ആ കൃഷ്ണന് പഞ്ചസാര വേണ്ട, അധികം പഞ്ചസാര കഴിച്ചിട്ടാണ് ഈ തടി വെച്ചിരിക്കുന്നത്. സംസാരിക്കുക. അതിലൊന്നും നമ്മുടെ അകത്തുള്ള ലോകത്തിൽ കടന്നു കയറിയിട്ട് പരിഹസിക്കാനോ കളിയാക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും ആരും വരില്ല. ഹൃദയത്തെ ശ്രീകോവിലാക്കുക, ഭഗവാനെ അവിടെ പ്രതിഷ്ഠിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങളൊന്നും പെട്ടെന്നൊന്നും ഇല്ലാണ്ടാവില്ല. അതൊക്കെ നമ്മുടെ കർമ്മഫലമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം സംഭവിക്കും, അത് ഉറപ്പാണ്. എല്ലായിടത്തേക്കും മനസ്സ് ആശ്വാസം തേടി ഓടുന്നത് നിർത്തും. എല്ലാറ്റിലും അമിതമായിട്ട് ആശ്രയിക്കുന്നത് നിർത്തും. ഒരാളുണ്ടെങ്കിലേ ജീവിതത്തിൽ സന്തോഷമുള്ളൂ. നിങ്ങളാണ് എൻ്റെ ലോകം, നീയാണ് എൻ്റെ ലോകം. ഇതൊക്കെ വെറുതെയാണ്. അതിലൊന്നും ഒരു അർത്ഥമില്ല. പരസ്പരം നീരസം ഉണ്ടാക്കണ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ മതി, ഈ ലോകമൊക്കെ പൊളിഞ്ഞ് താഴെ വീഴും. അത്രയേ ഉള്ളൂ. ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ സത്യം. അതുകൊണ്ട് എല്ലാറ്റിലും അമിതമായിട്ട് ആശ്രയിക്കുന്നത് നിർത്തും. ഒരു വെറുപ്പില്ലാണ്ട് സ്നേഹിക്കേണ്ടവരെയൊക്കെ നന്നായി സ്നേഹിച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റിക്കൊണ്ട് തന്നെ മനസ്സ് അകത്ത് കെട്ടപ്പെടും. അങ്ങനെയാണ് 16,008 കുടുംബങ്ങളിൽ താൻ ജീവിച്ച് കാണിക്കണത്. എങ്ങനെയാണെന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തത് നാരദന്. ഭഗവാന്റെ ഗൃഹസ്ഥധർമ്മം വെറുതെ വായിച്ചു പോകാനുള്ളതല്ല, എങ്ങനെ അകത്ത് കെട്ടിയിട്ടിട്ട് പുറത്ത് ലോകത്തിൽ ഭഗവാൻ എന്തൊക്കെ ചെയ്യാത്തത്. രാജ്യങ്ങളുടെ വിധി വരെ നിർണ്ണയിക്കുന്ന കിങ് മേക്കറായിരുന്നു. താൻ ജീവിച്ചിരുന്ന കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നു. 92 തുറമുഖങ്ങളാണ് സ്വന്തമായിട്ടുണ്ടായിരുന്നത് ആ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദ്വീപിൽ. ഒരുപക്ഷെ ഭാരതത്തിൽ അക്കാലത്ത് ഏറ്റവും വലിയ ചക്രവർത്തിയെക്കാട്ടിലും സ്വത്തുണ്ടായിരുന്ന ബിസിനസ്സുകാരനാണ്. പല രാജ്യങ്ങളിലും ആര് ഭരിക്കണം എന്ന് തീരുമാനിച്ചിരുന്ന ഭഗവാനും ചേട്ടനും കൂടിയാണ്. വെട്ടേണ്ടവനെ വെട്ടിയിട്ടും കൊല്ലിക്കേണ്ടവനെ വേറെ ഉള്ളവനെ കൊണ്ട് കൊല്ലിച്ചിട്ടും രക്ഷിക്കേണ്ടവനെ രക്ഷിച്ചിട്ടും ഭഗവാൻ 126 വർഷമാണ് ഭൂമിയിൽ ജീവിച്ചത്. പക്ഷെ എവിടെയെങ്കിലും ഭഗവാൻ തൻ്റെ മനസ്സിനെ കെട്ടിയിട്ടിട്ട് തളർന്നു വീണവനായിട്ട് കണ്ടിട്ടുണ്ടോ? കാണില്ല. കരഞ്ഞിട്ടുണ്ട്, കരഞ്ഞിട്ടില്ല എന്ന് പറയില്ല. മനുഷ്യന്മടുത്ത ആൾക്കാരുടെ കണ്ണ് നിറയും. ഭഗവാൻ കണ്ണ് നിറഞ്ഞൊഴുകി കരയണത് അഭിമന്യു മരിക്കുമ്പോഴാണ്. മരുമകനെ അത്ര ഇഷ്ടമായിരുന്നു ഭഗവാന്. ഉത്കണ്ഠപ്പെട്ടിട്ടുണ്ടോ? ഉത്കണ്ഠപ്പെട്ടിട്ടുണ്ട്. അർജുനൻ്റെ മണ്ടൻ ശപഥം കാരണം ജയദ്രഥനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ താൻ ചാടിച്ചാവും എന്നുള്ള ശപഥം ഭഗവാനെ രോഷം കൊള്ളിക്കുകയും അർജുനെ ചീത്ത പറയുന്നത്, ശകാരിക്കുന്നത് മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നീ എന്ത് മണ്ടത്തര കാണിച്ച്, ദുര്യോധനൻ എന്താ എളുപ്പവഴി ഉണ്ടാക്കി കൊടുക്കണോ, ഞാൻ പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചിട്ട് രോഷം കൊള്ളുന്ന ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് രാത്രി അർജുനെയും വിളിച്ചിട്ട് കുളത്തിലിറങ്ങി നിന്നിട്ട് അരയറ്റം വെള്ളത്തിൽ നിന്നിട്ട് ശ്രീരുദ്രൻ ചൊല്ലിയിട്ട് തർപ്പണം ചെയ്യുകയും രാത്രി മുഴുവൻ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർജുനൻ്റെ ആയുസ്സിന് വേണ്ടിയിട്ട് ശിവപൂജയും ചെയ്യണ കൃഷ്ണനെ നിങ്ങൾക്ക് വ്യാസമഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാൻ ഉത്കണ്ഠപ്പെട്ടിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഒരു വസ്തുവിനോടും അദ്ദേഹം ഒട്ടിയില്ല. തന്നെ മാറ്റിമറിക്കാൻ ഒന്നിനെയും സമ്മതിച്ചില്ല അദ്ദേഹം. അതുതന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് ശാശ്വതമായിട്ട് വിശ്രമിക്കാനുള്ള സ്ഥലം കണ്ടെത്തി കൊടുക്കുക. ആ വിശ്രമസ്ഥാനം ആ ഭഗവാന്റെ മടിയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ നെഞ്ചാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ തോളാണ്. അവിടെയാണ് ചായേണ്ടത്. അതൊരിക്കലും പോവില്ല. എത്ര അടുത്ത ആളെങ്കിൽ പോലും കുറേ നേരം നമ്മൾ തലവെച്ച് ഉറങ്ങിക്കൊണ്ടിരുന്നാൽ അവരൊന്ന് തോളനക്കും. ഭഗവാൻ അനക്കില്ല. നമ്മൾ ഉണരാതെ നമ്മുടെ ഉറക്കത്തിനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈശ്വരനെ മാത്രം ഉണ്ടാവുക, ഏകദൈവമായിട്ടിരിക്കുക എന്നുള്ളതൊന്നും അല്ല അർത്ഥം. മറിച്ച് ഒരേ ഒരു അഭയം മാത്രം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹാവിങ് വൺ ഗോഡ്, ഇറ്റ് ഈസ് അബൌട്ട് ഹാവിങ് വൺ റെഫ്യൂജ്. ഒരഭയം ഉണ്ടാവുക, ഒരു ഈശ്വരനല്ല, ഒരൊറ്റ അഭയം ഉണ്ടാവുക, ഒരഭയസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ ജീവിതം ഒരിക്കലും അനിശ്ചിതത്വത്തിൽ എത്ര പോയാൽ പോലും നമ്മൾ അസ്ഥിരനാവില്ല. നമ്മുടെ അടിത്തറ ഇളക്കാൻ ആർക്കും സാധിക്കില്ല. ജീവിതത്തിൽ അനവധി കാര്യങ്ങൾ അനിശ്ചിതമായിട്ട് വരും. വിചാരിച്ച മാതിരിയൊന്നും നടക്കണമെന്നില്ല. പക്ഷെ അകത്ത് നമുക്ക് അഭയസ്ഥാനം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോയി എന്ന് നമുക്ക് തോന്നില്ല. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ കുറൂരമ്മയുടെ കാര്യം പറയണ എന്താ പറയുക, ആ കഥ ഞാൻ നേരത്തെ പറഞ്ഞതിനെ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചിട്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ആ അമ്മ സഹായത്തിനായിട്ട് ഭഗവാനെ ജീവിതത്തിലേക്ക് വിളിച്ചില്ല. ഒരു ബന്ധമായി, താൻ പ്രസവിക്കാത്ത മകനായിട്ട്
അല്ലെങ്കിൽ തന്നെ പ്രസവിച്ച ആ ഈശ്വരനെ തന്നെ ആ അമ്മ വിളിച്ച് തൻ്റെ മകനായിട്ട് വളർത്തുക ചെയ്തത്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കുറൂരമ്മയുടെ കഥ പറയുമ്പോൾ ആദ്യമേ കയറിയിട്ട് കുറൂരമ്മയുടെ മഹിമ പറയണതിന് ആ കുറൂരമ്മ എന്തായിരുന്നു നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ആ അമ്മ ഒരു സാധാരണ സ്ത്രീയായിരുന്നു, വിധവയായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല, പണ്ഡിതയായിരുന്നില്ല, യോഗിയായിരുന്നില്ല, മന്ത്രം അറിയണവളായിരുന്നില്ല, ഒന്നും അറിയണവളായിരുന്നില്ല. പക്ഷെ മറ്റാരും ചെയ്യാത്തൊരു കാര്യം ആ അമ്മ ചെയ്തു. ആ അമ്മ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോയില്ല, കൃഷ്ണനെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അത് ദൈവമായിട്ടല്ല കൊണ്ടുവന്ന്, സ്വന്തം മകനായിട്ട് കൊണ്ടുവന്നു. ഇതാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് കുറൂരമ്മ ഭഗവാനെ നേടിയെടുത്തതല്ല, ഭഗവാന്റെ ഒപ്പം ജീവിക്കുകയും ചെയ്ത്. ഈ ലോകത്ത് വേറെ ആരില്ലെങ്കിലും അവർ തനിച്ചായിരുന്നില്ല. ആരാണോ മുരിങ്ങയുടെ ഒരില മാത്രം എടുത്ത് കഴിച്ചിട്ട് എനിക്ക് തൃപ്തിയായി കൃഷ്ണേ എന്ന് പറഞ്ഞിട്ട് പ്രപഞ്ചത്തിന് മുഴുവൻ വയറ് നിറച്ചു കൊടുത്തത് ആ പരമാത്മാവായിട്ടുള്ള ഗുരുവായൂരപ്പൻ ആ അമ്മയുടെ മകനായിട്ട് ജീവിക്കുമ്പോൾ അമ്മയ്ക്ക് വേറെ ആരാ വേണ്ടത്? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മറ്റുണ്ണികൾ വേണമോ നമുക്ക് മക്കളായെന്ന് അതേ കാലഘട്ടത്തിൻ്റെ അടുത്ത് ജീവിച്ച ഒരു മഹാത്മാവ് പാടിയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ ഭഗവാനില്ലാണ്ട് ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ. എല്ലാ നേരവും ഗുരുവായൂരപ്പനെ ഓർത്തുകൊണ്ടിരിക്കാനല്ല പറയണത്, എല്ലാ നേരവും നിർബന്ധിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക, അതല്ല ഏകാന്ത ഭക്തി. ഒരു നിമിഷം പോലും ഭഗവാനില്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ള ഏകാന്ത ഭക്തി എന്ന് മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞ് ആ പൊന്നു ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് കുറൂരമ്മയുടെ ഉണ്ണിയുടെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ ചെറിയ പ്രഭാഷണത്തിനെ സമർപ്പിക്കുന്നു. അതിലെന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റുകളാണ്. ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണെന്ന് മാത്രം പറയണം. സർവം ആ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സമർപ്പിച്ചിട്ട് എന്നെ ഒരിക്കൽ കൂടി പുണ്യമായിട്ടുള്ള ഭൂമിയിലേക്ക് വിളിച്ച് ഇങ്ങനൊരു അവസരം തന്ന ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്കും നാട്ടുകാർക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ആ ഗുരുവായൂരപ്പൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കുന്നു. ശിവരാത്രി. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. പൊന്നു ഗുരുവായൂരപ്പ സർവേശ്വര സന്തോഷിക്കണേ. നാരായണ.